ഞാൻ ഒരാളടുത്ത് ഓടി വാ എന്ന് പറയുമ്പോൾ അയാൾ ഒരാൾ മാത്രമാണോ? ഞാൻ ഓടി വന്ന് പഠിക്കുമെന്ന് പറയുമ്പോൾ ഒരാളാണോ? അല്ല. ഫാമിലി അല്ലേ? ഒരു കുടുംബമല്ലേ? ഒരു കുടുംബമല്ലേ? യെസ് ഓർ നോ? കുടുംബമല്ലേ? കുടുംബമല്ലേ? ആണോ? യെസ് ആണല്ലേ? ആണ്. സ്റ്റാർട്ട് ചെയ്യാം. സോ കഴിഞ്ഞ ഫസ്റ്റും സെക്കൻഡ് ക്ലാസ് പഠിച്ചോ? കഴിഞ്ഞ ഫസ്റ്റും സെക്കൻഡ് പഠിച്ചോ? ഞാൻ ഒരിടത്ത് ഇവിടെ ഓടി വരാൻ പറയുമ്പോൾ ഒരാളാണോ ഉള്ളത്? നിങ്ങൾ മാത്രമാണോ ഉള്ളത്? ഓടി വാ, എത്ര ക്ലാസ് ഉള്ളത്? ഓടി വാ, എത്ര ക്ലാസ് ഉള്ളത്? ഒരാളാണോ? ഓടി വാ, എത്ര ക്ലാസ് ഉള്ളത്? ഒരാൾക്ക് വേണ്ടി മാത്രം പറഞ്ഞു. ഒരാൾക്ക് വേണ്ടി മാത്രം പറയുന്നത്. അവർക്ക് വേണ്ടിയില്ലേ? അവർക്ക് വേണ്ടിയില്ലേ? അല്ലേ? അല്ലേ? ആണോ അല്ലേ? പറയേ. ആണോ? പറഞ്ഞേ. എനിക്കെല്ലാം മുഖ്യം. എനിക്ക് എല്ലാവരും. ഞാൻ വെറുതെ പഠിപ്പിക്കാറില്ല. ഞാൻ വെറുതെ അങ്ങ് പഠിപ്പിക്കാറില്ല. വെറുതെ പഠിപ്പിക്കുന്ന ആളല്ല. എനിക്ക് താനും തന്റെ കുടുംബവും തന്റെ ഫാമിലിയും എല്ലാം ഉൾപ്പെടുന്നതാണ് ജോലി. യെസ് ഓർ നോ ആണോ? എന്താ പാസ്സാകുക എന്നൊരു ലക്ഷ്യം നിങ്ങളുടെ മാത്രമാണോ? പറഞ്ഞേ. നിങ്ങൾ പഠിക്കുന്നത് നിങ്ങൾക്ക് മാത്രമാണോ? നിങ്ങൾ പഠിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി മാത്രമാണോ? നിങ്ങൾ പഠിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി മാത്രമാണോ? Now it's for family അല്ലേ? Now it's for family അല്ലേ? Now it's for family അല്ലേ? ഫാമിലിക്ക് വേണ്ടിയല്ലേ? ഫാമിലിക്ക് വേണ്ടിയല്ലേ? ഫാമിലിക്ക് വേണ്ടിയല്ലേ? ഒരു മിനിറ്റ്. ക്ലാസ് അറ്റൻഡ് ചെയ്തു. ഫസ്റ്റും സെക്കൻഡ് ക്ലാസ് നോക്കിയായിരുന്നു അല്ലേ? ഞാനിങ്ങനെ ഫോൺ എപ്പോഴും കൊണ്ടുവരുന്നത് അറിയാമോ? എപ്പോഴും മിസ് ചെയ്യാറുണ്ട്. എപ്പോഴും മിസ് ചെയ്യാറ്. ഫോൺ കയ്യിലുണ്ടായിരുന്നു എപ്പോഴും. ഫാമിലിക്ക് വേണ്ടിയല്ലേ? യെസ്, ഫാമിലിക്ക് വേണ്ടിയാണ്. മാറ്റമില്ല, ഉറപ്പാണ്. ഫാമിലി വേണ്ടിയല്ലേ? ഇത് പാസ്സായ ലൈഫ് മാറില്ലേ? പാസ്സായാൽ ഇപ്പോൾ ജീവിതം മാറില്ലേ? ഇപ്പോൾ കഷ്ടപ്പാട് മാറില്ലേ? ഇപ്പോൾ കഷ്ടപ്പാട് മാറില്ലേ? കഷ്ടപ്പാട് എന്ന് പറയുമ്പോൾ പടക്കം കഷ്ടപ്പാടില്ലെങ്കിലും മാറും. കഷ്ടപ്പാട് അറിഞ്ഞവർക്ക് മാറും. കഷ്ടപ്പാട് അറിയാവുന്നവർക്ക് മാറും. അറിഞ്ഞിട്ടുണ്ടോ ആരെങ്കിലും? മാസത്തിന്റെ 25ാമത്തെ ദിവസം ബസ്സിൽ പൈസ പോയിട്ടുണ്ടോ? മാസത്തിന്റെ 25ാമത്തെ ദിവസം നമുക്ക് ബസ്സിൽ പൈസ പോയിട്ടുണ്ടെങ്കിലും ഒരു മാസത്തിന്റെ 25ാം ദിവസം പെട്രോൾ അടിക്കാൻ പൈസ ഇല്ല, ബസ്സിന് പൈസ ഇല്ല, പോയിട്ടുണ്ടോ ജോലിക്ക്? പോയിട്ടുണ്ടോ? ഫസ്റ്റ് ബസ്സാണ് പോകില്ല. സെക്കൻഡ് കാര്യം, മാസം 15 ദിവസം ഹസ്ബൻഡ് പറയും കയ്യിൽ പൈസ എന്ന് പറഞ്ഞാൽ ജോലിക്ക് പോകാത്തതാണെങ്കിൽ അവിടെ മിണ്ടായിരിക്കില്ലേ? മാസത്തിൽ 15 ദിവസം ആകുമ്പോൾ ഹസ്ബൻഡിന്റെ കയ്യിൽ പൈസ ഇടുമ്പോൾ ജോലിക്ക് പോകാത്തതാണെങ്കിൽ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ മിണ്ടില്ലല്ലോ, സംസാരിക്കില്ലല്ലോ അവിടെ. കാരണം ജോലിയില്ല, സംസാരിക്കാനുള്ള വോയിസ് ഉണ്ട് അവിടെ. ജോലി ഇല്ലെങ്കിൽ സംസാരിക്കാനുള്ള വോയിസ് ഇല്ലല്ലോ അവിടെ. കൊടുക്കാൻ പൈസ ഇല്ല, ശരിയല്ലേ? കൊടുക്കാൻ ഒന്നുമില്ല. എന്റെ കയ്യിൽ കൊടുക്കാൻ ഒന്നുമില്ലെങ്കിൽ മിണ്ടോടെ അവിടെ? തന്റെ കയ്യിൽ കൊടുക്കാൻ ഒന്നുമില്ലെങ്കിൽ മിണ്ടോടെ? പൈസ എന്ന് പറയുമ്പോൾ തന്റെ കയ്യിൽ കൊടുക്കാൻ വേണ്ടി ഒന്നുമില്ലെങ്കിൽ മിണ്ടാറുണ്ടോ? മിണ്ടാറുണ്ടോ? തന്റെ കയ്യിൽ കൊടുക്കാൻ വേണ്ടി ഒന്നുമില്ലെങ്കിൽ മിണ്ടാറുണ്ടോ? സൈലന്റ് അല്ലേ? സൈലന്റ് അല്ലേ? യെസ് ഓർ നോ? സൈലന്റ് അല്ലേ? സൈലന്റ് ആണോ? മിണ്ടാറുണ്ടോ? തന്റെ കയ്യിൽ പക്ഷം ഒന്നുമില്ലെങ്കിൽ കൊടുക്കാൻ മിണ്ടാറുണ്ടോ? ഇല്ല, മിണ്ടാറില്ല. ഒന്നും സംസാരിക്കാൻ പുറത്ത്, ശരിയല്ലേ?
തന്റെ കയ്യിൽ കൊടുക്കാൻ വേണ്ടി ഒന്നുമില്ലെങ്കിൽ മിണ്ടാറില്ല. ഈ രണ്ടും വ്യത്യസ്തം അറിയാമോ? തന്റെ കയ്യിൽ പൈസ ഉള്ളപ്പോഴും തന്റെ കയ്യിൽ പൈസ ഇല്ലാത്തപ്പോഴും നമ്മൾ വ്യത്യാസം അറിയാമല്ലോ. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ പൈസ ഉള്ളപ്പോഴും കയ്യിൽ പൈസ ഇല്ലപ്പോഴും നമ്മൾ വ്യത്യാസം അറിയുന്നുണ്ട്. എപ്പോഴെങ്കിലും വ്യത്യാസം അറിയാമോ? നിങ്ങളുടെ കയ്യിൽ പണം ഉള്ളപ്പോഴും പണം ഇല്ലാത്തപ്പോഴും വ്യത്യാസം അറിയാമോ? ഞാൻ പലതും പഠിപ്പിക്കും, അതിനൊരു ചാപ്റ്റർ എഴുതും. ഞാൻ പലതും പഠിപ്പിക്കും, അതിനൊരു ചാപ്റ്റർ എഴുതും. പണം എന്ന ചാപ്റ്റർ, മണി എന്ന ചാപ്റ്റർ അറിയുമറിയില്ല. മണി എന്ന ചാപ്റ്റർ അറിയുമറിയില്ല. തന്റെ കയ്യിൽ പൈസ ഉള്ളപ്പോഴും തന്റെ കയ്യിൽ പൈസ ഇല്ലാത്തപ്പോഴും തമ്മിലുള്ള രണ്ട് വ്യത്യാസം പറഞ്ഞു. ആർക്ക് പറയാം? ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർ പറയണത്. കാരണം എക്സാം 50 ദിവസം പഠിക്കുമ്പോൾ 50 ദിവസം പഠിക്കുന്ന സമയമുണ്ട്, 50 ദിവസം 52 ദിവസം ഉണ്ട്. അറിയുക, നിങ്ങളുടെ കയ്യിൽ പണം ഉള്ളപ്പോഴും പണം ഇല്ലാത്തപ്പോഴും തമ്മിൽ വ്യത്യാസം എന്താ? ഫ്രീഡം ആണോ? സ്വാതന്ത്ര്യമാണോ? ആണോ? സ്വന്തമായിട്ട് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന എപ്പോഴും പണം ഉള്ളപ്പോഴല്ലേ? സ്വന്തമായിട്ട് തന്റെ ഫാമിലിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത് പണം കൊണ്ടല്ലേ? ദ സെൽഫ് റെസ്പെക്ട് എപ്പോ കിട്ടും? പണം കൊണ്ടല്ലേ? ദ സെൽഫ് റെസ്പെക്ട് എപ്പോഴും പണം കൊണ്ടല്ലേ? വാല്യൂ, ശരിയാണ്. വാല്യൂ, റെസ്പെക്ട്, സെൽഫ് റെസ്പെക്ട് എല്ലാം പണിയില്ലേ അല്ലേ? ഈ പറയുമ്പോൾ ഇത് ഓണം, ക്രിസ്മസ് എല്ലാം സമയത്ത് തന്റെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ മിണ്ടായിരിക്കാൻ പറ്റുമോ? ആഗ്രഹം ഉണ്ടല്ലേ? പല ആഗ്രഹം ഉണ്ടല്ലേ? ആഗ്രഹം എപ്പോഴും ഉണ്ടായിട്ടുണ്ടോ എവിടെയും പോകണമെന്നൊക്കെ, എന്തെങ്കിലും ചെയ്യണം? ഞാൻ എപ്പോഴും കുട്ടികളുടെ ഭാഗത്ത് പറയുന്നത്, ഞാൻ വെറുതെ പഠിപ്പിക്കുന്ന ആളല്ല. എല്ലാവരുടെയും മനസ്സും എല്ലാം മനസ്സിലാക്കി പറഞ്ഞ ആളാണ്. എനിക്കറിയാം. എന്തെങ്കിലുമൊക്കെ ചെയ്യണം ആഗ്രഹമുണ്ടോ? എന്തെങ്കിലുമൊക്കെ ചെയ്യണം ആഗ്രഹമുണ്ടോ? എവിടേക്ക് പോകണമെന്ന് ഇപ്പൊ യൂട്യൂബ് വീഡിയോ കാണുമ്പോഴും പലതും ഇപ്പൊ ഫുഡ് കഴിക്കണം. ഫോർ എക്സാമ്പിൾ ഫുഡാണ്. ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കണം എപ്പോഴും ആഗ്രഹം ഉണ്ടായിട്ടുണ്ടോ? ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കണം എന്ന ആഗ്രഹം ഉണ്ടായിട്ടുണ്ടോ? ഇഷ്ടപ്പെട്ട ഫുഡ് കുട്ടികൾ ചോദിക്കുമ്പോൾ വാങ്ങിച്ച് കൊടുക്കണം ആഗ്രഹമുണ്ടോ? എപ്പോഴെങ്കിലും സ്വന്തമായിട്ട് കഴിക്കണം ഒന്ന കാര്യം, സ്വന്തമായിട്ട് കഴിക്കണം. അതുപോലെ തന്നെ സ്വന്തം കുട്ടികൾ കഴിക്കണമെന്ന് വാശി പിടിക്കുമ്പോൾ വാങ്ങി കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടുണ്ടോ? രണ്ട് കാര്യം. സ്വന്തമായിട്ടും കുട്ടികൾ ചോദിക്കുമ്പോൾ കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടുണ്ടോ? രണ്ട് കാര്യം. ഫുഡ് മാത്രം, ബേസിക് നീഡ്സ്, ബേസിക് ഫുഡ് ഉണ്ടോ? ഒന്ന് സ്വന്തം ഇഷ്ടപ്പെട്ടത്, എന്താ കുട്ടികൾക്ക് വേണ്ടി ഉണ്ടോ? ഇല്ല. ആർക്കുമില്ലേ? ആഗ്രഹമില്ലേ? ഉണ്ട്. നടക്കുന്നുണ്ടോ? ഇല്ല. എല്ലാം നടക്കുന്നില്ല. എന്തുകൊണ്ടാണ്? ഒരു പെർമനന്റ് ജോലി ഇല്ല, അല്ലെ? ഒരു പെർമനന്റ് ജോലി ഇല്ല. എനിക്ക് ഇത് പറയേണ്ട ആവശ്യമുണ്ടോ? എനിക്ക് ഇതൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അത് 8 മണി തുടങ്ങി 8, 9, 9:30 കഴിഞ്ഞു, 9:40 വർഷമുണ്ടോ? ഇല്ല. എനിക്ക് നിങ്ങളെ അറിയാം. നിങ്ങൾ പഠിക്കണം. നിങ്ങൾ എല്ലാവരും പാസ്സാവണം. നിങ്ങൾ എല്ലാവരും പാസ്സാവണം. അടുത്ത തലമുറ നന്നായിട്ട് പോകണം. പഠിക്കോ? എല്ലാവരും പാസ്സാകണം. ഒരാൾ പോലും തോക്കരുത്, ഒരാൾ പോലും ഫെയിലിയർ ആവല്ലോ. എനിക്ക് വെറുതെ പഠിപ്പിക്കാൻ പറ്റുന്നു. ഇതൊന്നും പറയാതെ അടുത്ത ചാപ്റ്റർ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം പഠിപ്പിക്കാൻ പറ്റും. ശരിയല്ലേ? ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത എല്ലാം പഠിപ്പിക്കാൻ പറ്റുന്നു. ഞാൻ ഒന്നും പറയാതെ 10 മിനിറ്റോളം ഇത് പറയാൻ കാരണം നല്ല മസമുണ്ട്. എനിക്ക് ഒന്നും പറയാതെ പഠിപ്പിക്കാമല്ലോ. ശരിയല്ലേ? എന്ത് വേണേ ആവുക. നിങ്ങൾ പാസ്സാവുക. ഇനി ഫീസ് അടച്ചിട്ട് പഠിക്കണേ. ഇനി ഫീസ് ഒന്ന് പറഞ്ഞുകൂടെ ഇങ്ങനെ ഫീസ് പേ ചെയ്തതല്ലേ ഞാൻ പഠിപ്പിച്ചൂടെ? ഫീസ് പേ ചെയ്താൽ പറഞ്ഞുകൂടെ? എങ്ങനെ പാസ്സാവുകയോ ഫെയിൽ ആവുകയോ എന്ത് ചെയ്യല്ലേ? ശരിയല്ലേ? ഫീസ് ഓൺസ് പേ ചെയ്ത് കഴിഞ്ഞാൽ പഠിക്കുകയോ ചെയ്യുക. എനിക്ക് എന്താ? ശരിയല്ലേ? എല്ലാവരും തന്നെയാണ്. പഠിക്കുക എന്ത് ചെയ്യുക. എനിക്ക് പൈസ ഇട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. പക്ഷെ എനിക്ക് അങ്ങനെയല്ല. എനിക്ക് എന്റെ ഒരാൾ വന്നു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാൾ പാസ്സാകണം. അവസാന നിമിഷം പോലും വന്ന് പാസ്സാകുമോ? ഒരു നിമിഷം തരാം. പാസ്സാവും. ഒരു നിമിഷം പറയൂ. ഒരു നിമിഷം പാസ്സാവും. 1 മിനിറ്റ്.
എന്റെ ജീവനും ജീവിതവും ലക്ഷ്യവും തരുന്നു. പാസ്സാവുക. വെറുതെ പറഞ്ഞല്ല, ജീവൻ ജീവിത ലക്ഷ്യം. അത് ഇത് പറയാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. സോ നെക്സ്റ്റ് വിടുക. ഇത് പഠിച്ചത് എന്താ പഠിച്ചത്? കുറച്ച് പഠിച്ചത് BP പൾസ് പഠിച്ചോ? BP റെസ്പിറേഷൻ പഠിച്ചോ? BP റെസ്പിറേഷൻ പഠിച്ചോ? BP റെസ്പിറേഷൻ പഠിച്ചോ? നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് എക്സാമിൽ ചോദിച്ചിരിക്കും. ഞാൻ എല്ലാം കറക്റ്റ് ചാപ്റ്റർ ആയിട്ട് ഓരോന്ന് ഡിവൈഡ് ചെയ്ത്, എല്ലാം മിക്സ് ചെയ്തല്ല, കറക്റ്റ് ചാപ്റ്റർ ആയിട്ട് ഓരോന്ന് ഡിവൈഡ് പറയുക. നെക്സ്റ്റ് ഹെഡിങ് ഇട്ടുകൊള്ളുക. നെക്സ്റ്റ് ചാപ്റ്റർ ആണ് ദ നിയോനറ്റൽ റിഫ്ലക്സസ്. നെക്സ്റ്റ് ഹെഡിങ് ഇടുക. അടുത്ത ചാപ്റ്റർ ആണ്, കറക്റ്റ് ഓർഡറിലാണ്, ദ നിയോനറ്റൽ റിഫ്ലക്സസ്. ഒരു ചോദ്യം ഇവിടെ നിന്ന് മാത്രമായിട്ട് ചോദിക്കും. ഒരു ചോദ്യം, ഒന്നും രണ്ടൊന്നുമില്ല, ഒരു ചോദ്യം മാത്രം ഇവിടെ ചോദിക്കും. അടുത്ത ചാപ്റ്റർ ആണ് കംപ്ലീറ്റ് പഠിക്കുക. നമ്മളിതിനെ വേറെ പേര് പറയാറുണ്ടോ? ദ നിയോ നേറ്റൽ റിഫ്ലക്സിനെ വേറെ പേര് പറയാറുണ്ടോ? ഉണ്ടോ? അറിയണം. ഉണ്ട്. ദ നിയോ നേറ്റൽ റിഫ്ലക്സിനെ പറയുന്ന മറ്റൊരു പേരെന്ത്? ദ പ്രിമിറ്റീവ് റിഫ്ലക്സ്. മറക്കരുത്, എപ്പോഴും പഠിക്കാതെ മാത്രമാണ്. ദ നിയോ നേറ്റൽ റിഫ്ലക്സിനെ പറയുന്ന മറ്റൊരു പേരെന്താ? ദ പ്രിമിറ്റീവ് റിഫ്ലക്സ് എന്ന് വിളിക്കാം. ആ ഒരു പേര് ഓർമ്മിക്കുക. ഇത് പഠിക്കാത്ത ആൾക്കാണെങ്കിൽ ദ നിയോ നേറ്റൽ റിഫ്ലക്സിനെ പറയുന്ന മറ്റൊരു പേരെന്താ? ദ പ്രിമിറ്റീവ് റിഫ്ലക്സ്. ദ പ്രിമിറ്റീവ് റിഫ്ലക്സ് വിളിക്കുക. എന്തുകൊണ്ടാ? എന്താ റിഫ്ലക്സ്? എന്താ റിഫ്ലക്സ് എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ചാപ്റ്റർ ആണ്. റിഫ്ലക്സ് എന്ന വാക്കിന്റെ അർത്ഥം എന്താ? റിഫ്ലക്സ് എന്ന ദ വേർഡിന്റെ മീനിങ് എന്താ? റിഫ്ലക്സ് എന്താണ്? പറഞ്ഞു. ഒരു സ്റ്റിമുലേഷൻ കൊടുക്കുമ്പോൾ അതിനോടുള്ള ഇൻവോൾവറി റെസ്പോൺസ് ആണോ വോളണ്ടറി ആണോ? ഒരു സ്റ്റിമുലേഷൻ കൊടുക്കുമ്പോൾ അതിനോടുള്ള ഇൻവോളണ്ടറി ആണോ വോളണ്ടറി ആണോ? ഇൻവോളണ്ടറി ആണോ വോളണ്ടറി ആണോ? ഒരു സ്റ്റിമുലേഷൻ കൊടുക്കുമ്പോൾ അതിനോടുള്ള ഇൻവോളണ്ടറി റെസ്പോൺസ് ആണോ വോളണ്ടറി ആണോ? ഇൻവോളണ്ടറി അല്ലേ? അറിഞ്ഞു കൊടുക്കുന്നതല്ലോ. അല്ല. അപ്പൊ ഇൻവോളണ്ടറി അല്ലേ? അറിഞ്ഞു കൊണ്ട് കൊടുക്കുന്നതല്ല. അപ്പൊ ഇൻവോളണ്ടറി അല്ലേ? ഒരു സ്റ്റിമുലസിനോടുള്ള റിയാക്ഷൻ അല്ലേ അത് അറിഞ്ഞുകൊണ്ടാണോ? അല്ല. ഒരു സ്റ്റിമുലസിനുള്ള റിയാക്ഷൻ ആണ്, പക്ഷെ അത് അറിഞ്ഞുകൊണ്ടല്ല. അപ്പൊ ഇൻവോളണ്ടറി റെസ്പോൺസ് അല്ലേ? അപ്പോൾ ഒരു സ്റ്റിമുലസിനോടുള്ള ഇൻവോളണ്ടറി റെസ്പോൺസിനെ പറയുന്ന പേരെന്താ? ഒരു സ്റ്റിമുലസിനോടുള്ള ഇൻവോളണ്ടറി റെസ്പോൺസിനെ നമ്മൾ പറയുന്ന പേരെന്താ? ചോദ്യം വരും. ഒരു സ്റ്റിമുലസിനോടുള്ള ഇൻവോളണ്ടറി റെസ്പോൺസിനെ പറയുന്ന പേരെന്താ? റിഫ്ലക്സസ്. റിഫ്ലക്സ് അല്ലേ? ഒരു സ്റ്റിമുലസിനോടുള്ള ഇൻവോളണ്ടറി റെസ്പോൺസിനെ പറയുന്ന പേരെന്താ? റിഫ്ലക്സ്. വിളിച്ചോണ്ട് കിട്ടിയോ? ഫസ്റ്റ് ഡെഫിനിഷൻ കിട്ടിയോ? ഒരു സ്റ്റിമുലസ് എന്തായിക്കോട്ടെ, എന്തെങ്കിലും സ്റ്റിമുലസ് ആയിക്കോട്ടെ, അതിനുള്ള ഇൻവോളണ്ടറി ആയിട്ടുള്ള റെസ്പോൺസ് എന്താ? റിഫ്ലക്സ് എന്ന് വിളിക്കാം. അപ്പോൾ ഏതൊക്കെയാ നിയോ നേറ്റൽ റിഫ്ലക്സ്? ഈ ക്ലാസ്സിന് ശേഷം ഞാൻ എഴുതിയ നോട്ട്സ് കേട്ടോ. റിഫ്ലക്സ് ഇല്ലേ, ക്ലാസ് അറ്റൻഡ് ചെയ്തവർക്ക് മാത്രമായിട്ട്, ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തവർക്ക് മാത്രമായിട്ട് ഞാൻ എഴുതിയ റിഫ്ലക്സിന്റെ നോട്ട് അയച്ചു തരും. ഓക്കെ. ഞാൻ എഴുതിയത് മലയാളം വേണ്ടേ? മലയാളം കിട്ടുന്നുണ്ടോ? എല്ലാവരും ശരിക്കാറുണ്ട്. മലയാളം ഫൗണ്ടേഷൻ കിട്ടിയല്ലോ. ഫൗണ്ടേഷൻ കാർഡിയോ വാസ്കുലർ മലയാളം കിട്ടിയല്ലോ. വേണം മലയാളം ആർക്കെങ്കിലും? മലയാളം മീനിങ് അർത്ഥമോട് കൂടി കൊണ്ട് എല്ലാം സിസ്റ്റം വൈസ് ആർക്കെങ്കിലും വേണോ മലയാളം? മെസ്സേജ് മീ ടുമോറോ മോർണിംഗ്. ഓക്കെ, എല്ലാ സിസ്റ്റവും ടുമോറോ മോർണിംഗ്. ഞാൻ പഠിപ്പിക്കും മുമ്പേ അതല്ല, ഷോർട്ട് പോയിന്റ്സ് മാത്രമേ ഷോർട്ട് പോയിന്റ്സ് 400 പേജ് 300 പേജ്
മുട്ടേൺ വെച്ച് എല്ലാം ഉണ്ട് കേട്ടോ. പഠിക്കുക, പാസ്സാവുക. സോ ദ നിയോ നേറ്റൽ റിഫ്ലക്സ് ഏതൊക്കെയുണ്ട്? ദ നിയോ നേറ്റൽ റിഫ്ലക്സ് ഏതൊക്കെയുണ്ട്? ഫസ്റ്റ് ഏറ്റവും ആദ്യം കാണുന്ന റിഫ്ലക്സ് ഏതാ? ഏറ്റവും ആദ്യം അല്ല, വേറൊന്നുമല്ല റൂട്ടിങ്ങോ വേറൊന്നുമല്ല. ഏറ്റവും ഫസ്റ്റ് ഏതാ? സക്കി റിഫ്ലക്സ് ആണ്. ഏറ്റവും ആദ്യം റിഫ്ലക്സ് ഏതാ? സക്കി റിഫ്ലക്സ് അല്ലേ? ഫസ്റ്റ് വരുന്നത് ഫസ്റ്റ് സക്കിങ് റിഫ്ലക്സ് ആണ്. ഫസ്റ്റ് വരുന്നത് സക്കിങ് അല്ലേ? കാണുന്നുണ്ടോ? പിക്ചർ കാണുന്നുണ്ടോ? സക്കിങ് റിഫ്ലക്സ് എന്ന് പറയുന്നത് എന്താ? സക്കിങ് റിഫ്ലക്സ് എന്ന് പറയുന്നത് നമ്മൾ കുഞ്ഞിന്റെ വായിലോട്ട് ആ ഒരു കൈ വെച്ച് കൊടുത്താൽ എന്ത് ചെയ്യും? ആ ഒരു പിക്ചർ കാണുന്നുണ്ടോ? കുഞ്ഞിന്റെ വായിലോട്ട് കൈ വെച്ച് കൊടുത്ത് ചെയ്യും, സക്കി തുടങ്ങല്ലേ? സക്കിയില്ലേ? അപ്പൊ സക്കിങ് സ്റ്റിമുലേഷൻ കൊടുത്ത് എന്ത് ചെയ്യും? എന്ത് ചെയ്യും? സക്കിയല്ലേ? സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ വിരൽ കൊടുത്തു കൊടുത്താൽ സക്കിയല്ലേ? വിരൽ കൊടുത്താൽ സക്കിയല്ലേ? ഈ പിക്ചർ കാണുന്ന പോലെ വിരൽ കൊടുത്തല്ലേ? ഇത് എപ്പോ അപ്പിയർ ചെയ്യും, എപ്പോ ഡിസപ്പിയർ? അത് ചോദ്യം. എപ്പോ അപ്പിയർ ചെയ്യും, എപ്പോൾ ഡിസപ്പിയർ ചെയ്യും? സക്കിങ് റിഫ്ലക്സ് എപ്പോ അപ്പിയർ ചെയ്യും, എപ്പോൾ ഡിസപ്പിയർ? അത് ചോദ്യം. അത് ബെർത്ത് ആണോ? എക്സാമിൽ ചോദിക്കും ബെർത്ത് ആണോ? അല്ല, ബെർത്ത് അല്ല. ഞാൻ പറയും ബെർത്ത് അല്ല. എപ്പോ സ്റ്റാർട്ട് ചെയ്യും? ഞാൻ പറയുന്നത് ബെർത്തിന് മുമ്പ് എപ്പോ സ്റ്റാർട്ട് ചെയ്യും? ഇൻട്രാ യൂട്രൽ ലൈഫിൽ. ഞാൻ പറയും ഇൻട്രാ യൂട്രൽ ലൈഫില്ലേ? ഇൻട്രാ യൂട്രൽ ലൈഫിൽ തന്നെ സക്കിങ് റിഫ്ലക്സ് സ്റ്റാർട്ട് ചെയ്യും. എക്സാമിൽ കൺഫ്യൂഷൻ ആകുന്ന ചോദ്യമാണ്. സക്കിങ് റിഫ്ലക്സ് സ്റ്റാർട്ട് ചെയ്ത് ബെർത്തിലാണോ ഇൻട്രാ കേരള PC പ്രീവിയസ് ചോദ്യമാണ്. കേരള PC എക്സാം പ്രീവിയസ് ചോദ്യമാണ്. ഈ പറഞ്ഞ സക്കിങ് റിഫ്ലക്സ് സ്റ്റാർട്ട് ചെയ്ത് ഇൻട്രാ യൂട്രൽ ലൈഫിലാണോ അത് ബെർത്തിലാണോ? എപ്പോഴാ? 32, 34, 35 ചോദിക്കാം. എപ്പോഴാ? ഇത് പ്രീവിയസ് ചോദ്യമാണ്. ആരെങ്കിലും ഈ ചോദ്യം അറ്റൻഡ് ഉണ്ടോ? ആരെങ്കിലും ഈ ചോദ്യം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്? ഞാൻ എല്ലാം കറക്റ്റാ പറയുന്ന കാര്യമാണ്. ആരെങ്കിലും ഈ ചോദ്യം ഉണ്ട്? ലീന വേറെ ഉണ്ടോ? ഹർഷീന വേറെ ഉണ്ടോ? ലീന, ഹർഷീന അല്ലെങ്കിൽ നീതു വേറെ ഉണ്ടോ? ഈ ഒരു ചോദ്യം പ്രീവിയസ് ചോദ്യമാണ്. സക്കിങ് റിഫ്ലക്സ് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യും? ഇൻട്രാ യൂട്രൽ ലൈഫിലാണോ ബെർത്തിലാണോ? കേരള PC എക്സാം പ്രീവിയസ് ചോദ്യമാണ്. കാരണം എപ്പോഴും പഠിക്കുമ്പോൾ നിങ്ങൾ തെറ്റായി പഠിക്കും. ബെർത്ത് പഠിക്കും. പക്ഷെ ബെർത്ത് ആണോ? ബെർത്ത് അല്ല. ഇൻട്രാ യൂട്രൽ ലൈഫിൽ തന്നെ എപ്പോഴും എക്സാക്ട് ആയിട്ട് പറഞ്ഞാൽ 14ാമത്തെ വീക്ക് ഓഫ് ഇൻട്രാ യൂട്രൽ ലൈഫ്. എക്സാക്ട് ആയിട്ട് പറഞ്ഞാൽ 14ാമത്തെ വീക്ക് ഓഫ് ഇൻട്രാ യൂട്രൽ ലൈഫിൽ സ്റ്റാർട്ട് ചെയ്യും. ഒരു കുഞ്ഞിന്റെ ഇത് ബോഡി ഫോം ചെയ്യുന്നതോടൊപ്പം തന്നെ ബോഡി ഫോം ചെയ്യുമ്പോൾ തന്നെ സക്കിങ് റിഫ്ലക്സ് ഉണ്ടാവില്ലേ? ഒരു കുഞ്ഞിന്റെ ബോഡി ഫോം ചെയ്യുന്നതോടൊപ്പം തന്നെ സക്കിങ് റിഫ്ലക്സ് ഉണ്ടാവില്ലേ? ഇത് കുഞ്ഞിന്റെ ബോഡി ആദ്യം തന്നെ ഇത് രൂപം കൊള്ളുമ്പോൾ ആ വയറിനകത്ത് കുഞ്ഞിന്റെ ബോഡി രൂപം കൊള്ളുമ്പോൾ തന്നെ ഇൻട്രാ യൂട്രൽ ലൈഫിൽ സക്കിങ് റിഫ്ലക്സ് ഫോം ചെയ്യും. ക്ലിയർ ആയോ? അറിയാത്ത കാര്യമാണ് പറഞ്ഞത്. ക്ലിയർ ആയോ? അത് ബെർത്തിലാണോ ഇൻട്രാ യൂട്രൽ ലൈഫിലാണോ? ഇൻട്രാ യൂട്രൽ, ബെർത്തിലല്ല. 14th വീക്ക് ഓഫ് ഇൻട്രാ യൂട്രൽ ലൈഫ്. തെറ്റിക്കരുത്. എന്താ കാര്യം? ചില കാര്യങ്ങൾ എന്താ അറിഞ്ഞുകൂടാ. ഇനി എപ്പോ ആബ്സെന്റ് ആവും? എപ്പോ പ്രസന്റ് ആവും? എപ്പോ ആബ്സെന്റ് ആവും? ഡിസപ്പിയർ 4 months അല്ലേ? 4 മാസം കുഞ്ഞ് ജനിച്ച് 4 മാസം ആകുമ്പോൾ അപ്പിയർ ആവോടെയോ ഡിസപ്പിയർ ആവല്ലേ? എപ്പോ? 4 മാസമാണോ? 4 മാസമാണോ? എക്സാമിന് 4 മാസമാണോ 7 മാസമാണോ ഇത് എഴുതും. ആബ്സെന്റ് ആകും 4ഉം 7ഉം എന്നൊരു ഓപ്ഷൻ എഴുതും. എക്സാമിന് 4ഉം 7ഉം ആണെന്ന് 2 ഓപ്ഷൻ എഴുതും. കുഞ്ഞ് എവേക്കൻ ആവാൻ സമയപ്പെടും 4 കുഞ്ഞ് എവേക്കൻ ആവുന്ന എപ്പോഴാ? സമയപ്പോഴാ? 4. അതല്ലേ ഉത്തരം. 4 മാസമല്ലേ? അതല്ലേ ഉത്തരം. സക്കിങ് റിഫ്ലക്സ് ഡിസപ്പിയർ 4 മാസമല്ലേ? കുഞ്ഞ് എപ്പോഴും എവേക്കൻ ആവുന്നപ്പോഴാ? 4 മാസം. ഇനി വീണ്ടും ചോദിക്കാം, സ്ലീപ്പിലുണ്ടോ? സ്ലീപ്പിലുള്ള സക്കിങ് റിഫ്ലക്സ് എപ്പോൾ ഡിസപ്പിയർ ആവും? വീണ്ടും ചോദിക്കാം, സ്ലീപ്പിലുള്ള സക്കിങ് റിഫ്ലക്സ് 7 മാസം.
സ്ലീപ്പിലാണെങ്കിൽ 7 മാസമാകുമ്പോൾ ഡിസപ്പിയർ അല്ലേ? സ്ലീപ്പിലുള്ള സക്കിംഗ് റിഫ്ലക്സ് 7 മാസമാകുമ്പോൾ ഡിസപ്പിയർ ആവും. കുഞ്ഞ് എവേക്ക് ആണെങ്കിൽ 4 മാസമാകുമ്പോൾ ഡിസപ്പിയർ ആവും. അങ്ങനെയാണെങ്കിൽ ഈ ചോദിക്കാൻ സാധ്യതയുണ്ട്. ചോദ്യം ഇതായിരിക്കും, സെക്കൻഡ് റിഫ്ലക്സ് അത് പ്രസന്റ് ആവുന്നത് അത് എത്രാമത്തെ വീക്ക് ഓഫ് ഇൻട്രായൂട്രൈൻ ലൈഫിലാണ്? സെക്കൻഡ് റിഫ്ലക്സ് സ്റ്റാർട്ട് ചെയ്തത് എത്രാമത്തെ വീക്ക് ഓഫ് ഇൻട്രായൂട്രൈൻ ലൈഫിലാണ്? കേരള PCX പ്രീവിയസ് ചോദ്യം ഇതായിരുന്നു. അന്ന് ആരും എഴുതിയില്ല, അന്ന് ആർക്കും അറിയില്ല. അന്ന് എല്ലാവരും ഈ ഫണ്ടലായിട്ടും എല്ലാം പഠിച്ചില്ല. ഞാൻ പറഞ്ഞു, ഒരു പ്രത്യേകം പറഞ്ഞു, ഫണ്ടലായിട്ടും പഠിക്കരുത്, അത് മാത്രമല്ല പഠിക്കണം. 40 വീക്ക് അല്ലേ അന്നേരം ഇമ്പോർട്ട് കൊടുത്തത്, ഫണ്ടൽ ഹൈറ്റിന്റെ ഇമ്പോർട്ടൻസ് കൊടുത്ത സമയത്ത് അന്ന് ഈ ഒരു 14 വീക്ക് വെച്ചല്ലേ. 14 വീക്കിൽ എന്താ സെക്കൻഡ് റിഫ്ലക്സ് മറക്കരുത്. നെക്സ്റ്റ് വൺ സെക്കൻഡ് കിട്ടിയ ഫസ്റ്റ് റിഫ്ലക്സ് കിട്ടിയ ഫസ്റ്റ് റിഫ്ലക്സ് ക്ലിയർ, സിമ്പിൾ അല്ലേ? ഫസ്റ്റ് കിട്ടി. സെക്കൻഡ് റിഫ്ലക്സ് എന്താ? റൂട്ടിംഗ് റിഫ്ലക്സ്. ഫസ്റ്റ് ക്ലിയർ ആയി കഴിഞ്ഞാൽ സെക്കൻഡ് ആരാ? റൂട്ടിംഗ് റിഫ്ലക്സ്. റൂട്ടിംഗ് എന്തായിരിക്കും? റൂട്ടിംഗ് എന്താ? റൂട്ടോ റൂട്ടിംഗ് എന്താ? റൂട്ടിംഗ് എന്താണ്? റൂട്ടിംഗ് എന്താ? റൂട്ടിംഗ് എവിടെയോ പഠിച്ചാണ്, മറന്നുപോയി. അത് ചോട്ടെ, കുഞ്ഞിന്റെ കവിളിലേക്ക് തൊട്ട് കഴിഞ്ഞ് കുഞ്ഞ് ആ സൈഡിലോട്ട് തിരിയുമോടെ? കുഞ്ഞിന്റെ കവിളിലേക്ക് ആ ഏത് കവിളിലാണോ തൊടുന്നത് ആ കവിളിലേക്ക് മൂവോടെ? കുഞ്ഞിന്റെ കവിളിലേക്ക് തൊടുമ്പോൾ ആ സൈഡിലോട്ട് മൂവ് ചെയ്യുമോ? പറഞ്ഞേ, കുഞ്ഞിന്റെ കവിളിലോട്ട് തൊടുമ്പോൾ കവിളിന്റെ സൈഡിലോട്ട് മൂവ് ചെയ്യുമോടെ? വീണ്ടും ചോദിച്ചാൽ ആ ഒരു ചീക്കിലോ ദ കോർണർ ഓഫ് മൗത്തിലോ വെറുതെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ ഹെഡ് ആ സൈഡ് മൂവിയോടെ? ഹെഡ് ആ സൈഡ് മൂവി. വീണ്ടും ചോദിക്കുന്നു, ദ ചീക്കിലോ ദ കോർണർ ഓഫ് മൗത്തിലോ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഹെഡ് ആ സൈഡിലോട്ട് മൂവ് ചെയ്യല്ലേ? ഇതിനു വേണ്ടി ഇതൊക്കെ അവന്റെ വിശ്വാസം എന്താ? അവളുടെ ആ സമയത്തെ വിശ്വാസം എന്താ? ആ തൊടുന്നതിന് വേണ്ടിയാ? ഇത് നിപ്പിൾ അടുത്തോട്ട് വരുന്ന വേണ്ടിയാണോ? ഇത് നിപ്പിൾ അടുത്തോട്ട് വരുന്നതാണോ? ആ ടച്ച് ചെയ്യുമ്പോൾ നിപ്പിൾ അടുത്തോട്ട് വരുന്നതാണോ? ആ ചീക്കിലോ കവളിലോട് തൊടുമ്പോൾ അവന്റെ വിശ്വാസം എന്താ? ആ നിപ്പിൾ അടുത്ത് വിടുന്ന ശരിയല്ലേ? അവന്റെ വിശ്വാസം എന്താ? പാല് കുടിക്കാണെന്നല്ലേ? ആ പ്രായത്തിൽ അവളുടെ വിശ്വാസം എന്താ? ആ ചീക്കിൽ തൊട്ട് കഴിഞ്ഞാൽ ആ സ്ഥലത്ത് മൂന്ന് എന്താ? പാല് കുടിക്കാൻ വേണ്ടിയില്ലേ? അത് നിപ്പിളാണ് കരുതി എന്ത് ഈ സഖ്യം തുടങ്ങാൻ ശ്രമിക്കാറില്ലേ? ആ നിപ്പിളാണ് കരുതി അപ്പോൾ സഖ്യം ശ്രമിക്കാറില്ലേ? അനുകൊണ്ടോ? ഉണ്ട്. എല്ലാം ഉണ്ടോടെ പറഞ്ഞ ഉണ്ട്, എല്ലാം ഉണ്ട്. എപ്പോഴും അപ്പിയർ ചെയ്യുന്നത് ചോദ്യം ഇതാണ്, എപ്പോഴും എപ്പോഴാണ് അപ്പിയർ? എല്ലാ എക്സാം ചോദ്യം കേട്ടോ, ഉത്തരം പറയട്ടെ. എപ്പോഴാണ് അപ്പിയർ ചെയ്യുന്നത്? ഇൻട്രായൂട്രൈൻ ലൈഫിന്റെ 34 എണ്ണിക്കൽ എല്ലാ ചോദ്യം മിക്കവാറും ഫസ്റ്റ് ഇൻട്രായൂട്രൈൻ ലൈഫിന്റെ 34ാമത് ഗതി എക്സാം കൃത്യമായി ചോദിക്കും. ഈ ചോദ്യം എക്സാം കൃത്യമായി ചോദിക്കും. ഇൻട്രായൂട്രൈൻ ലൈഫിന്റെ 34ാമത്തെ വീക്ക് എന്ത് സ്റ്റാർട്ട് ചെയ്യും? എന്ത് റിഫ്ലക്സ് സ്റ്റാർട്ട് ചെയ്യും? റൂട്ടിംഗ് റിഫ്ലക്സ് സ്റ്റാർട്ട് ചെയ്യും. ഇൻട്രായൂട്രൈൻ ലൈഫിൽ തന്നെ, ഇൻട്രായൂട്രൈൻ ലൈഫിൽ 34ാമത്തെ വീക്ക് അപ്പ് എന്ത് ചെയ്യും? ഈ സക്കി റിഫ്ലക്സ് ആണോ റൂട്ടിംഗ് റിഫ്ലക്സ് ആണോ? റൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യല്ലേ? ഇൻട്രായൂട്രൈൻ ലൈഫിൽ 34ാമത്തെ വീക്ക് എത്തുമ്പോൾ തന്നെ റൂട്ടിംഗ് റിഫ്ലക്സ് സ്റ്റാർട്ട് ചെയ്യും. എപ്പോ ഡിസപ്പിയർ? എപ്പോൾ ഡിസപ്പിയർ ആവും? ആ ഡെലിവറി ഫസ്റ്റ് 3 4 മാസം അല്ലേ? ആ ഡെലിവറി 3 മുതൽ 4 മാസം ആകുമ്പോൾ ഡിസപ്പിയർ ആവും. സോ ദ റൂട്ടിംഗ് റിഫ്ലക്സ് എന്താ? എന്ന് പറയാൻ എന്താ? റൂട്ടിംഗ് റിഫ്ലക്സ് എന്താ? നമ്മൾ ദ ചീക്കിലോ ദ മൗത്തിന്റെ കോർണറിലോ ഒന്ന് ടച്ച് എന്ത് ചെയ്യടെ? പറഞ്ഞേ, നമ്മുടെ ചീക്കിലോ മൗത്തിന്റെ കോർണറിലോ ഒന്ന് ടച്ച് എന്ത് ചെയ്യടെ? ആ ഭാഗത്തെ കുഞ്ഞ് തിരിയാറുണ്ടോ? ആ കുഞ്ഞിന് ഹെഡ് ആ ഭാഗത്ത് തിരിയാറുണ്ടോ? തിരിയില്ലേ? കുഞ്ഞ് സഖ്യ ശ്രമിക്കാറില്ലേ?
അതിനെല്ലാം റൂട്ടിംഗ് റിഫ്ലക്സ് എന്ന് പറയുന്നത്. ഇത് അപ്പിയർ ചെയ്യുന്നത് 34ാമത്തെ വീക്ക് ഓഫ് ഇൻട്രായൂട്ടറൽ ലൈഫിലും ഡിസപ്പിയർ ചെയ്യുന്ന 3 മുതൽ 4 മന്ത് ഓഫ് ലൈഫിലുമാണ്. അല്ലേ? കിട്ടിയോ? 2 റിഫ്ലക്സ് കിട്ടിയോ? 2 റിഫ്ലക്സ് ഫുള്ള് ക്ലിയർ ആയി. ക്ലിയറായോ? ശബ്ദം പോയി, ശബ്ദം പോയി, ശബ്ദം പോയി തുടങ്ങി. ഇന്നത്തെ 6ാമത്തെ ക്ലാസ്, ഇന്നത്തെ 6ാമത്തെ ക്ലാസ്. രാവിലെ ഇല്ലായിരുന്നു, ഉച്ചയ്ക്ക് ഉണ്ടായിരുന്നു. ഉച്ച ഇതുപോലെ 3 ക്ലാസ് ഇന്ന് നിങ്ങൾ പഠിത്തില്ലേ? ഇപ്പോൾ 7:30, 8:30, 9 പോലെ ഉച്ചയ്ക്ക് 2:30, 3:30, 4. 6ാമത്തെ ക്ലാസ്. ശബ്ദം പോയി തുടങ്ങി, ശബ്ദം പോയി തുടങ്ങി. പണ്ടൊക്കെ കുറെ ശബ്ദം നല്ല സോഫ്റ്റ് ആയിരുന്നു. ഇപ്പൊ പറയുന്നതാണ് പാറയിൽ പഠിച്ചോ. പണ്ടൊക്കെ ഏതെങ്കിലും പെൺകുട്ടി എടുത്ത് വന്നറിയുന്നു സോഫ്റ്റ് ശബ്ദമായിരുന്നു, അല്ലേ? പണ്ടൊക്കെ ആണെങ്കിലും ഏതെങ്കിലും പെൺകുട്ടി എടുത്ത് സോഫ്റ്റ് ശബ്ദമായിരുന്നു. ഇപ്പൊ എന്താണ് പേര് ചോദിച്ചാൽ എന്താ പേര്, എന്താ പേര്, അവിടെ പോയില്ലേ? ശരിയല്ലേ? അവിടെ പോയി. പണ്ടൊക്കെ എന്താണ് പേരെന്താ, ഇപ്പൊ പേരെന്താ അവസ്ഥയാണ്. ശരിയല്ലേ? ഇപ്പൊ എന്താണ് പേര് വെച്ചാൽ പേടിച്ചോട്ടത്. പണ്ടൊക്കെ എന്താണ് സോഫ്റ്റ് ആയിരുന്നു. ഇപ്പൊ അയ്യോ ആവട്ടെ, പറയടേ, സത്യം ഒന്ന് സോഫ്റ്റ് ആയിരിക്കും, പഠിക്കാൻ വേണ്ടി സോഫ്റ്റ് ആയിരിക്കും. അങ്ങ് മസിൽ പിടിച്ച് പറയേ, സത്യമല്ലേ? അങ്ങ് മസിൽ പിടിച്ചിരിക്കെ പറഞ്ഞു, പണ്ടൊക്കെ ആണെങ്കിൽ സോഫ്റ്റ് അല്ലേ? അറിയില്ലേ? അറിയുണ്ട്. എന്നോട് പഠിച്ച ആൾക്കാരുണ്ട്, എന്റെ കൂടെ പഠിച്ച ആൾക്കാരുണ്ട്. ഉണ്ടോ ആരെങ്കിലും? ഉണ്ടല്ലോ, പഠിച്ച ആൾക്കാരുണ്ട്. എന്റെ ജൂനിയേഴ്സ് ഉണ്ട്, സീനിയേഴ്സ് ഉണ്ട്, സ്റ്റുഡൻസ് ഉണ്ട്, സീനിയേഴ്സ് ഉണ്ട്. ഊന്നി പറയാം കേട്ടോ. സീനിയേഴ്സ് ഉണ്ട്, ഊന്നി പറയാണ്. കേൾക്കുന്നുണ്ടോ? ഊന്നി പറയട്ടോ. ആ, 1 hour ലെക്ചർ പഠിക്കുന്ന സൗണ്ട് പോകാറില്ലേ? ഒരു 1 hour തന്നെ പഠിക്കുന്ന സൗണ്ട് പോകാറില്ലേ? ഇപ്പൊ 7:30, 8:30, 9, 10:30 പോകും. ഞാൻ നിർത്തില്ല. റിഫ്ലക്സ് കംപ്ലീറ്റ്. നോർമൽ റിഫ്ലക്സിൽ പെടുന്നതാണോ ഈ പറഞ്ഞ ഫസ്റ്റ് 2 കാര്യം? നോർമൽ റിഫ്ലക്സിൽ പെടുന്നതാണോ ഫസ്റ്റ് പറഞ്ഞ 2 കാര്യം? ഫസ്റ്റ് പറഞ്ഞ 2 നോർമൽ ആണോ? അല്ലേ? നോർമൽ. ഫസ്റ്റ് പറഞ്ഞ 2 കാര്യം നോർമൽ അല്ലേ? ആണോ? ആണ്. ശരിയല്ലേ? ഫസ്റ്റ് പറഞ്ഞ 2 റിഫ്ലക്ഷൻ നോർമൽ ആണോ? ആണോ? എല്ലാവർക്കും അറിയാം, എല്ലാം നോർമൽ അല്ലേ? അതുപോലെ നോർമൽ വരുന്നുണ്ടോ? സോളോയിങ് ഉണ്ടോ? അതുപോലെ 3ാമായിട്ട് നോർമൽ സോളോയിങ് റിഫ്ലക്ഷൻ. സോളോയിങ് നോർമൽ ആണോ? സക്ക് ചേർക്കുന്നതാണ് നോർമൽ. സക്ക് ചെയ്യാൻ വേണ്ടി സോളോയിങ് ഉള്ളത്. സക്ക് ചെയ്യാൻ വേണ്ടി ആഫ്റ്റർ സക്കിങ് സോളോയിങ് ഉണ്ടോ? ആഫ്റ്റർ സക്കിങ് സോളോയിങ് ഉണ്ടോ? ആഫ്റ്റർ സക്ക് ശേഷം സോളോയിങ് ഉണ്ടോ? സക്ക് ശേഷം സോളോയിങ് റിഫ്ലക്സ് ഉണ്ടായിരിക്കുമോ? മിൽക്ക് അല്ലേ? അവിടെയല്ലേ നിങ്ങൾ എപ്പോഴും പഠിക്കുന്നത്? സക്ക് ശേഷം സോളോ ചെയ്യുമ്പോൾ കുഞ്ഞിന് പറ്റിയില്ലെങ്കിൽ ചുമക്കാറില്ലേ? സക്ക് ചെയ്തു സോളോ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കൊച്ചുകുട്ടിൽ ചുമക്കുന്നത് ആസ്പിറേഷൻ ആണോ? അറിയാൻ പറഞ്ഞില്ലേ? സക്ക് ചെയ്തു, പക്ഷെ എന്ത് ചെയ്യുന്നു? സോളോ ചെയ്യാൻ പറ്റത്തില്ല, ആസ്പിറേഷൻ പറയാല്ലേ? വായിലെത്തുന്ന മിൽക്ക് വിഴുങ്ങണ്ടേ? വായിലോട്ട് മിൽക്ക് വിഴുങ്ങണ്ടേ? ആ വിഴുങ്ങാൻ പറ്റാതാകുമ്പോൾ ഉണ്ടാകുന്ന അസുഖത്തിന് നമ്മൾ എപ്പോഴും മെക്കോണിയം ആസ്പിറേഷൻ വരാറുണ്ടോ? സാധാ സോളർ റിഫ്ലക്സ് പ്രസന്റ് ആകാൻ വരുമ്പോൾ മെക്കോണിയം ആസ്പിറേഷൻ ഉണ്ടോ? മെക്കോണിയം ആസ്പിറേഷൻ സാധാരണഗതിയിൽ സോളർ റിഫ്ലക്സ് പ്രസന്റ് ആകാതെ വരുമ്പോൾ മെക്കോണിയം ആസ്പിറേഷൻ വരാറുണ്ട്. സാധാരണഗതിയിൽ സോളർ റിഫ്ലക്സ് പ്രസന്റ് ആകാതിരുന്നു കഴിഞ്ഞാൽ മെക്കോണിയം ആസ്പിറേഷൻ വരാറുണ്ട്. അറിയാൻ മാർഗയില് നോർമലി പറഞ്ഞ സോളർ റിഫ്ലക്സ് ഇല്ലെങ്കിൽ മെക്കോണിയം ആസ്പിറേഷൻ വരാറുണ്ടെന്ന കാര്യം മറക്കരുത്. എപ്പോഴാണ് ഇത് അപ്പിയർ ആവുന്നത്? അറ്റ് എത്രാമത്തെ വീക്ക് ഓഫ് ഇൻട്രായൂട്ടറൽ ലൈഫാ?
34ാമത്തെ വീക്ക് ഓഫ് ഇൻട്രാ യൂട്രലിൽ വരാറുണ്ടല്ലേ. എപ്പോഴും ഇപ്പൊ സോളോ എപ്പോഴും 34ാമത്തെ വീക്ക് ഓഫ് ഇൻട്രാ യൂട്രൽ ലൈഫിൽ വരാറുണ്ട്. ഇനി ഇതിൽ ഉൾപ്പെടാത്ത കാര്യം പറയാം, ഇതിലൊന്നും വരാത്ത കാര്യം പറയാം. എപ്പോഴെങ്കിലും ഇമ്പോർട്ടന്റ് ആണ്. ദ പ്രീ ടൈം ബേബീസിൽ മെക്കോണിയം ആസ്പിറേഷൻ പഠിച്ചിട്ടുണ്ടോ? ദ പ്രീ ടൈം ബേബീസിൽ മെക്കോണിയം ആസ്പിറേഷൻ വരുന്നുണ്ട് എന്ന് എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ, കേട്ടുണ്ടോ? കാരണം എന്താ? എവിടെയെങ്കിലും പറഞ്ഞേ. ഇവിടെ ഇല്ല, ഇപ്പൊ സ്റ്റഡി നോട്ടിലോ ഒന്നുമില്ല. പക്ഷെ കേരള PSC പ്രൊഡ്യൂസറാണ്. ദ പ്രീ ടൈം ബേബീസിൽ മെക്കോണിയം ആസ്പിറേഷൻ ഉണ്ടാകുമെന്ന് പഠിച്ചിട്ടുണ്ടോ എവിടെയെങ്കിലും? പ്രീ ടൈം ബേബീസിൽ മെക്കോണിയം ആസ്പിറേഷൻ ഉണ്ടാകുമെന്ന് പഠിച്ചിട്ടുണ്ടോ? അതിന്റെ കാരണം എന്താ? ദ പ്രീ ടൈം ബേബീസിൽ മെക്കോണിയം ആസ്പിറേഷൻ എന്ന് പറയുന്ന സംഭവം ഉണ്ടാ. കാരണം എന്താ? 37 വീക്കിന് മുൻപാണെങ്കിൽ ആ സമയത്ത് ജനിച്ച കുട്ടികൾ എന്തുണ്ടാവും? 37 വീക്കിന് മുൻപാണെങ്കിൽ ആ സമയത്ത് ജനിച്ച കുട്ടികൾ ഉണ്ടാവും. റീസൺ 37 വീക്കിന് മുമ്പ് ജനിച്ച കുട്ടികൾ ഉണ്ടാവും. 37 വീക്കിന് മുമ്പാണ് കുട്ടികൾ ജനിക്കുന്നുണ്ടെങ്കിൽ എന്താ പ്രശ്നം? 37 വീക്കിന് മുമ്പാണ് കുട്ടികൾ എന്തുണ്ടാവും? മെക്കോണിയം ആസ്പിറേഷൻ ഉണ്ടാവില്ലേ? എന്തുകൊണ്ടാ? റിഫ്ലക്സ് ഡെവലപ്പ് ആയോ? ഇല്ല. റിഫ്ലക്സ് ഡെവലപ്പ്. അതുകൊണ്ട് ലങ്സിലോട്ട് ആസ്പിറേറ്റ് ചെയ്തൂടെ? 37 വീക്കിന് മുമ്പായിട്ട് കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ മെക്കോണിയം ആസ്പിറേറ്റ് ചെയ്തൂടെ? ചെയ്യാം, മറക്കരുത്. മറക്കോ? കിട്ടുന്നുണ്ടോ? മുപ്പത്തിയേഴല്ല, 34 കേട്ടോ. 34 കുട്ടികൾ. 34 കേട്ടോ. 34 കുട്ടികൾ. 34 കുട്ടികൾ എപ്പോഴും മെക്കോണിയം ആസ്പിറേഷൻ ഉണ്ടാവും. 34 കുറച്ചാൽ ഞാൻ 37 വന്നു. 34 മറക്കോ? 34 ഇങ്ങാടില്ല. സോളോയിൻ റിഫ്ലക്സ് ഫസ്റ്റ് അപ്പിയർന്നപ്പോഴാണ് 34 കേട്ടോ. സോളോയിൻ റിഫ്ലക്സ് ഫസ്റ്റ് അപ്പിയർന്നപ്പോഴാണ് 34 കേട്ടോ. സോളോയിൻ വീക്ക് റിഫ്ലക്സ് ഫസ്റ്റ് അപ്പിയർ 34ാമത്തെ വീക്കിലാണ്. എപ്പോ ഡിസപ്പിയർ ചെയ്യൂത്? ഡിസപ്പിയർ ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും ഡിസപ്പിയർ. സോളോയിൻ റിഫ്ലക്സ് 34ാമത്തെ വീക്കിൽ അപ്പിയർ ആയി കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും ഡിസപ്പിയർ. ഇത് കേരളം ചോദിക്കും. 34ാമത്തെ വീക്കിൽ വന്നു കഴിഞ്ഞാൽ ചെയ്യില്ലല്ലോ. ഇല്ല. വീണ്ടും ചോദ്യം. 34ാമത്തെ വീക്കിൽ തൊട്ട് മുമ്പ് ജനിക്കുട്ടിയിൽ എന്ത് കണ്ടീഷൻ ഉണ്ടാവും? നോർമൽ ഇല്ല. 34ാമത്തെ വീക്കിൽ ജനിക്കുന്ന കുട്ടികൾ എന്നുള്ളത് മുൻപേ 34ാമത്തെ വീക്കിൽ മുമ്പേ ജനിക്കുന്ന കുട്ടികൾക്ക് എന്ത് അസുഖം ഉണ്ടാവും? മെക്കോണിയം ആസ്പിറേഷൻ അല്ലേ. 34ാമത്തെ വീക്കിൽ മുമ്പേ ജനിക്കുന്ന കുട്ടികളാണെങ്കിൽ മെക്കോണിയം ആസ്പിറേഷൻ ഉണ്ടാകാം, മറക്കരുത്. അതും ചോദ്യമാണ്. എത്ര റിഫ്ലക്സ് പഠിച്ചു? 3 പഠിച്ചു. 3 റിഫ്ലക്സ് പഠിച്ചില്ലേ? 3 റിഫ്ലക്സ് പഠിച്ചില്ലേ? 4ാമത്തെ ആരാ? ദ ടോണിക് നെക്ക് റിഫ്ലക്സ്. 4ാമത് ദ ടോണിക് നെക്ക് റിഫ്ലക്സ്. മറ്റൊരു പേരെന്താ? ദ ഫെൻസിങ് റിഫ്ലക്സ്. ഓരോ ചാപ്റ്റർ കണ്ടുണ്ടോ? ഓരോന്നും ഒരു ചാപ്റ്റർ പഠിപ്പിക്കുന്നത്. ഓരോ കാര്യം ഒരു ചാപ്റ്റർ പഠിപ്പിക്കുന്നത് കാണുന്നില്ലെങ്കിലേ. ഓരോ കാര്യം അവിടെ നിന്ന് ഇവിടെ നിന്നുള്ള ഒരു ചാപ്റ്ററില്ലേ, ഓരോ ഡിവൈഡ് ചെയ്ത് ചാപ്റ്ററില്ലേ. ഈസിയാ പഠിക്കാത്. അതാണോ ഈസി? എല്ലാം മിക്സ് ചെയ്താണോ? എല്ലാം മിക്സ് ചെയ്ത് പറഞ്ഞോ ഇതാണോ ഈസി? എല്ലാം മിക്സ് ചെയ്ത് അവിടെ നിന്നും ഇവിടെ നിന്നും പറയണോ? അത് ഇതല്ലേ ഈസി? ഇതല്ലേ ഞങ്ങൾ പഠിപ്പിക്കുള്ളൂ. ചാപ്റ്റർ റിഫ്ലക്സ് മാസ് ചാപ്റ്റർ. നെക്സ്റ്റ് ദ ഫോർത്ത് വൺ ഇസ് ദ ടോണിക് ദ നെക്ക് റിഫ്ലക്സ്. മറ്റൊരു പേരെന്താ? ഫെൻസിങ്. പേര് തന്നെ എന്തായിരിക്കും? ടോണിക് നെക്ക് റിഫ്ലക്സ് അല്ലെങ്കിൽ ഫെൻസിങ് എന്ന് പറയുന്ന പേര് എന്തായിരിക്കും? ആ ഒരു പേര് തന്നെ ഉണ്ട്. ആർക്കാ പേര് തന്നെ ഉണ്ട്? ടോണിക് നെക്ക് റിഫ്ലക്സ്. പിക്ചർ കാണുന്നുണ്ടോ? പേര് തന്നെ ഉണ്ട്. എന്താ? ടോണിക് നെക്ക് റിഫ്ലക്സ്. ഫെൻസിങ്
ഫെൻസിങ് ഓർമ്മിച്ചില്ലെങ്കിലും ടോണിക്കിന്റെ അർത്ഥം ടോണിക് നെക്ക് റിഫ്ലക്സ് പേരിൽ തന്നെ ഉണ്ട്. ആ കുഞ്ഞിനെ ഒരു സൈഡിലോട്ട് ചരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്ത് ചെയ്യൂടെ? എന്ത് ചെയ്യും? പറഞ്ഞുതരാം, ആർക്ക് പറയാം. ഈ കാണുന്ന പോലെ കുഞ്ഞിനെ ഒരു സൈഡിലോട്ട് ചരിച്ചു കിടത്തി കഴിഞ്ഞാൽ സേഫ് ആയിട്ടുള്ള സൈഡിലോട്ട് കാലും കൈയും എക്സ്റ്റെൻഡ് ചെയ്യില്ലേ? സേഫ് ആയിട്ടുള്ള സൈഡിലോട്ട് കാലും കൈയും എക്സ്റ്റെൻഡ് ചെയ്യാറില്ലേ? സേഫ് ആയിട്ടുള്ള സൈഡിലോട്ട് കാലും കൈയും എക്സ്റ്റെൻഡ് ചെയ്യില്ലേ? കുഞ്ഞിനെ ഒരു സൈഡിലോട്ട് ചരിച്ച് കിടത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സേഫ് ആയിട്ടുള്ള സൈഡിലോട്ട് കാലും കൈയും എക്സ്റ്റെൻഡ് ചെയ്യില്ലേ? ചെയ്യുമോ? കുഞ്ഞിനെ നമ്മൾ ഒരു സൈഡിലോട്ട് ചരിച്ച് കിടത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സേഫ് ആയിട്ട് സൈഡിലോട്ട് കാലും കൈയും എക്സ്റ്റെൻഡ് ചെയ്യും. ഓപ്പോസിറ്റ് ചെയ്യും, കാലും കൈ ഫ്ലെക്സ് ചെയ്യില്ലേ? ഓപ്പോസിറ്റിലോട്ട് കാലും കൈ ഫ്ലെക്സ് ചെയ്യില്ലേ? എപ്പോഴും കുഞ്ഞിനെ ചരിച്ച് കിടന്ന് ശ്രമിക്കുമ്പോൾ കുഞ്ഞെന്ത് ചെയ്യും? സേഫ് സൈഡിലോട്ട് കാലും കൈ എക്സ്റ്റെൻഡ് ചെയ്യുകയും ഓപ്പോസിറ്റ് സൈഡിലോട്ട് കാലും കൈയും ഫ്ലെക്സ് ചെയ്യും. ശരിയല്ലേ? എനിക്കറിയാം, അനുഭവമുണ്ട്. ഉണ്ടോ? അറിയില്ലോ? അനുഭവം ഉണ്ടോ? നോർമലി ഈ കുഞ്ഞിനെ ഏത് സൈഡിലോട്ടാണോ ചരിക്കുന്നത് ആ സൈഡിൽ കൈ എക്സ്റ്റെൻഡ് ചെയ്യാറില്ലേ? നോർമലി ഈ കുഞ്ഞിനെ ഏത് സൈഡിലോട്ടാണോ ചരിക്കുന്നത് ആ സൈഡിൽ കൈ എക്സ്റ്റെൻഡ് ചെയ്യാറില്ലേ? ചേരുണ്ടോ? നോർമലി ഇരിക്കുന്ന കുഞ്ഞിനെ ഏത് സൈഡിലോട്ടാണോ നമ്മൾ ചരിക്കുന്നത് ആ സൈഡിൽ കൈ എക്സ്റ്റെൻഡ് ചെയ്യല്ലേ? അറിയോടെ? ആലോചിച്ച് നോക്കിയേ. നോർമലി ഇരിക്കുന്ന കുഞ്ഞിനെ നമ്മൾ ഏത് സൈഡിലോട്ടാണോ ചരിക്കുന്നത് ആ സൈഡിൽ കൈ എക്സ്റ്റെൻഡ് ചെയ്യും, കാലും എക്സ്റ്റെൻഡ് ചെയ്യും. ഓപ്പോസിറ്റ് സൈഡിലുള്ള കൈയും കാലും ഫ്ലെക്സ് അല്ലേ? ഓപ്പോസിറ്റ് സൈഡിലുള്ള കൈയും കാലും എപ്പോഴും ഫ്ലെക്സ്ഡ് ആണ്. പരീക്ഷയിൽ ചോദിക്കും. കിട്ടിയോ? എക്സാമിൽ ചോദിക്കും. ദ ഹെഡ് ഒരു സൈഡിലോട്ട് ചരിച്ചാൽ ആ സൈഡിലുള്ള ആംസ് എക്സ്റ്റെൻഡ് ചെയ്യൂ. ഹെഡ് ഒരു സൈഡിലോട്ട് ഈ പറഞ്ഞ ചരിച്ചു കഴിഞ്ഞാൽ ആ സൈഡിലുള്ള ആംസ് എക്സ്റ്റെൻഡ് ചെയ്യൂ. ഇത് പിക്ചറിൽ കാണാം. എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ടോ? ആ കുഞ്ഞിന്റെ ഹെഡ് ഒരു സൈഡിലോട്ട് ചരിച്ചാൽ ആംസ് എക്സ്റ്റെൻഡ് ചെയ്യും. ഓപ്പോസിറ്റ് സൈഡിലുള്ള ആംസ് എന്ത് ചെയ്യും? ആംസും ലെഗ്സ് എന്ത് ചെയ്യൂടെ? ഫ്ലെക്സ് ചെയ്യില്ലേ? ആ ഒരു പിക്ചറിൽ കാണും പോലെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ആംസും ലെഗ്സും എന്ത് ചെയ്യും? ഫ്ലെക്ഷൻ ചെയ്യും. ക്ലിയർ? ഒരു പിക്ചർ വെച്ച് പഠിക്കുക. കാണാൻ പഠിക്കുന്ന പഠിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട് റിഫ്ലക്സ് വരുന്നത്? എന്തുകൊണ്ടാ ഈ ഒരു റിഫ്ലക്സ് വരുന്നത്? എന്തുകൊണ്ടാ? ഏതോ നെർവാ പേരുണ്ട്. ഈ റിഫ്ലക്സ് വരാൻ കാരണം നമ്മുടെ കഴുത്തിലുള്ള നെർവാ. ഏത് പേരുണ്ട്? ഈ റിഫ്ലക്സ് വരാൻ പറ്റുന്ന കഴുത്തിലെ ഏതോ നെർവാ. ഇത് ബ്രേക്കിയൽ പ്ലക്സസ് ആണോ? ഈ ഒരു റിഫ്ലക്സ് വരുന്നത് ഏത് നെർവാണോ? കഴുത്തിൽ നിന്ന് വരുന്ന ബ്രേക്കിയൽ പ്ലക്സ് ആണോ? ഈ ഒരു റിഫ്ലക്സ് വരാൻ കാരണം ആരാ? കഴുത്തിൽ നിന്ന് വരുന്നത് ബ്രേക്കിയൽ പ്ലക്സസ് എന്ന നെർവ് ഇട്ടുണ്ടോ? പേരറിയുമെങ്കിൽ ഈ ഒരു റിഫ്ലക്സ് വരാൻ കാരണം കഴുത്തിൽ നിന്ന് വരുന്ന ബ്രേക്കിയൽ പ്ലക്സസ് എന്ന നെർവ് കാരണമാ. ഇത് ആബ്സെന്റ് ആണെങ്കിൽ, ഈ ഒരു റിഫ്ലക്സ് ആബ്സെന്റ് ആണെങ്കിൽ എന്തുണ്ടാവിടെ? ബ്രേക്കിയൽ പാൽസി ആണോ? ഈ റിഫ്ലക്സ് ആബ്സെന്റ് ആണെങ്കിൽ എന്ത് അസുഖം ഉണ്ടാവും? ബ്രേക്കിയൽ പാൽസി അല്ലേ? അല്ലേ? അതുകൊണ്ടല്ലേ ഇപ്പോൾ കുഞ്ഞിന് ശേഷം നമ്മളെപ്പോഴും ഇത് കുഞ്ഞിനെ ഓപ്പോസിറ്റോട് ഇത് ചരിച്ചെടുക്കുന്നത്. കുഞ്ഞിനെ ചരിച്ചു നോക്കാറുണ്ടോ? ഇത് ബ്രേക്കിൽ പാൽസി ഉണ്ടോ നോക്കാറുണ്ടോ? ഇവിടെ നിന്നില്ലല്ലോ. ഉണ്ടോ? നമ്മുടെ കാര്യത്തിലുണ്ടോ? കുഞ്ഞിനെ ചരിച്ചെടുത്തിട്ട് ഈ പറഞ്ഞ ബ്രേക്കിൽ പാൽസി ഉണ്ടോ ഉറപ്പെടുത്താറുണ്ടോ? ഇല്ല. എവിടെ? കാണാറില്ല. ഇത് എപ്പോ അപ്പിയർ ഡിസപ്പിയർ? എപ്പോൾ അപ്പിയർ ചെയ്യും, എപ്പോൾ ഡിസപ്പിയർ ചെയ്യും? എപ്പോ വരും ഇത്? അറ്റ് ബർത്ത് ഉണ്ടോ? ഉണ്ട്. അറ്റ് ബർത്ത് ഉണ്ടല്ലോ. എപ്പോൾ അപ്പിയർ ചെയ്യും? അറ്റ് ബർത്ത് ഉണ്ട്. എപ്പോൾ ഡിസപ്പിയർ ഒരു 3 to 4 months അല്ലേ? ഒരു 3 മുതൽ 4 മാസം എന്ത് ചെയ്യും? ഡിസപ്പിയറൻസ് അറ്റ് ബർത്തിൽ പ്രസന്റ് ആവുകയും 3 മുതൽ 4 മാസം എന്ത് ചെയ്യും? ഡിസപ്പിയർ ആകും. ഒരു നിമിഷം ആലോചിക്കുക. 3 മുതൽ 4 മാസം ആകുമ്പോൾ ഇത് ഡിസപ്പിയർ ആവുമെന്ന് പറഞ്ഞു. പക്ഷേ
കുഞ്ഞ് ജനിച്ചു, 1 ആയി, 2 ആയി, 3 ആയി, 4 ആയി, 5 ആയി, 6 ആയി. 6 മാസം ശേഷവും ഈ റിഫ്ലക്സ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും അസുഖമുണ്ടോ? 1 ആയി, 2 ആയി, 3 ആയി, 4 ആയി, 5, 6 ആയി. 6 മാസമായിട്ടും റിഫ്ലക്സ് ഉണ്ടെങ്കിൽ അബ്നോർമാലിറ്റി ആണോ? അബ്നോർമാലിറ്റി ആണോ? എന്ത് അബ്നോർമാലിറ്റി? ലെഫ്റ്റ്സ് അല്ല, എന്താ? സ്പാസ്റ്റിക് സെറിബ്രൽ പാൾസി. 6 മാസമായിട്ട് റിഫ്ലക്സ് പ്രസന്റ് ആണെങ്കിൽ, 6 മാസമായിട്ടും ഈ റിഫ്ലക്സ് പ്രസന്റ് ആണെങ്കിൽ എന്താ? ഇത് എഫ്സ് അല്ല, എഫ്സ് അല്ല, സ്പാസ്റ്റിക് പ്ലാസ്റ്റി, സ്പാസ്റ്റിക് സെറിബ്രൽ പ്ലാസ്റ്റി, സ്പാസ്റ്റിക് സെറിബ്രൽ പ്ലാസ്റ്റി എന്ന് വിളിക്കും കേട്ടോ. 6 മാസമായിട്ട് ഈ റിഫ്ലക്സ് പ്രസന്റ് ആണെങ്കിൽ അബ്നോർമൽ ആണ്. ഇൻഡിക്കേറ്റ് എന്താ? സ്പാസ്റ്റിക് സെറിബ്രൽ പാൽസി എന്ന് വിളിക്കാം. കിട്ടുന്നുണ്ടോ? 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 സോ ദ ടോണിക്, ദ നെക്ക് റിഫ്ലക്സ്, ദ ഹെഡ് ഒരു സൈഡിലോട്ട് ഇത് ടേൺ ചെയ്യുമ്പോൾ എന്ത് ചെയ്യൂടെ? ആ സൈഡിലുള്ള ആംസ് ആൻഡ് ലെഗ്സ് എന്ത് ചെയ്യും? എക്സ്റ്റെൻഡ് ആകണ്ടേ? ഹെഡ് ഒരു സൈഡിലോട്ട് ടേൺ ചെയ്യുമ്പോൾ ആ സൈഡിലുള്ള ആംസും ലെഗ്സും എക്സ്റ്റെൻഡ് ആവണ്ടേ? ശരിയല്ലേ? ആണോ? ടോണിക് നെക്ക് റിഫ്ലക്സ് ആണ് അല്ലേ? ഹെഡ് ഒരു സൈഡിലോട്ട് ടേൺ ചെയ്യുമ്പോൾ ആ സൈഡിലുള്ള ആംസും ലെഗ്സും എക്സ്റ്റെൻഡ് ആവണം. ഓപ്പോസിറ്റ് സൈഡിൽ ആംസും ലെഗ്സ് എന്ത് ചെയ്യണം? ഫ്ലെക്സ്ഡ് ആവണ്ടേ? ശരിയല്ലേ? ഹെഡ് ഒരു സൈഡിലോട്ട് ടേൺ ചെയ്യുമ്പോൾ ആ സൈഡിലുള്ള ആംസും ലെഗ്സും എക്സ്റ്റെൻഡും ഓപ്പോസിറ്റ് സൈഡിലുള്ള ആംസും ലെഗ്സും ഫ്ലെക്ഷനും ചെയ്യണം. ക്ലിയർ? 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 ഇതില് ബ്രേക്കിൽ ഫ്ലക്സ് പറഞ്ഞപ്പോൾ இந்த കൈലോട്ട് പോകുന്ന ഇടവല്ലേ? ബ്രേക്കിൽ ഫ്ലക്സ് എന്ന് പറയുമ്പോൾ ഇത് കൈലോട്ട് പോകുന്ന ഇടവല്ലേ? ബ്രേക്കിൽ ഫ്ലക്സസ് എന്ന് പറയുമ്പോൾ കൈലോട്ട് പോകുന്ന ഇടവല്ലേ? അല്ലേ? അല്ലേ? ആണോ? ആണോടെ? ആണോ? ആണ്. ആണ്. ക്ലിയർ അല്ലോ? ഇതെപ്പ പേറി? ഇതെപ്പ പേറി? അടുത്ത ബർത്തിലുണ്ടോ? അടുത്ത ബർത്തിലുണ്ടോ? അടുത്ത ബർത്തിലുണ്ടോ? ഉണ്ടോ? അടുത്ത ബർത്ത് സമയത്തില്ലേ? എന്ത് റിഫ്ലക്സ് ആ ബർത്തിലുള്ള? റിഫ്ലക്സ് ഏതാ? റിഫ്ലക്സിന്റെ പേരെന്താ? റിഫ്ലക്സിന് എന്താ? റിഫ്ലക്സിന്റെ പേരെന്താ? റിഫ്ലക്സിന്റെ പേരെന്താ? റിഫ്ലക്സിന്റെ പേരെന്താ? റിഫ്ലക്സിന്റെ പേരെന്താ? ടോണിക് നെക്ക് റിഫ്ലക്സ് അല്ലേ? ടോണിക് നെക്ക് അല്ലെങ്കിൽ ഫാൻസി അല്ലേ? 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 ആ, ബർത്തിലുണ്ടായിരിക്കും. അത് എപ്പോഴും 3 മുതൽ 4 മാസം ഡിസപ്പിയർ ആവും. 6 മാസം കഴിഞ്ഞുണ്ടെങ്കിൽ എന്ത് കണ്ടീഷനാ? 6 മാസം കഴിഞ്ഞ് ടോണിക് നെക്ക് റിഫ്ലക്സ് അല്ലെങ്കിൽ ഫാൻസി റിഫ്ലക്സ് ഉണ്ടെങ്കിൽ എന്ത് അസുഖ? സ്പാസ്റ്റിക് സെറിബ്രൽ പാൽസി. സ്പാസ്റ്റിക് സെറിബ്രൽ പാൽസി. ക്ലിയർ? 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 നെക്സ്റ്റ്, നെക്സ്റ്റ് അഞ്ചാമത്തെ എന്താ? ഗ്രാസ്പ് റിഫ്ലക്സ്. ഗ്രാസ്പ്. കാണുന്നുണ്ടോ കുഞ്ഞ്? കാണുന്നുണ്ടോ ഗ്രാസ്പ്? അനുഭവമുണ്ടോ? അനുഭവമുണ്ടോ? കാണുന്നുണ്ടോ? അനുഭവമുണ്ടോ? ഉണ്ടോ? എല്ലാപ്പോഴും എനിക്കില്ല. ഇതുണ്ടോ? ഞാനിപ്പോഴും 16. ഞാനിപ്പോഴും 16. ഉണ്ടോ? ഉണ്ടോ? ഞാനിപ്പോഴും 16. ഉണ്ടോ? 16. എനിക്കില്ല. നോട്ട് മാരീഡ്. മാരീഡ് അല്ല. അല്ല. ആണെ പഠിക്കാൻ പറ്റുമോ? ആണെങ്കിൽ പഠിപ്പിക്കാൻ പറ്റുമോ? കാണുന്നുണ്ടല്ലോ. ആണെങ്കിൽ പഠിപ്പിക്കാൻ പറ്റുമോ? ആണെങ്കിൽ പഠിപ്പിക്കാൻ പറ്റുമോ? ഇങ്ങനെ ആണെങ്കിൽ പഠിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. 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 നീ പറ്റോ? ഇല്ല. അതാ കാര്യം. പറ്റോ? എങ്ങനെ പറ്റോ? ഇല്ല. 100 വിളിയല്ലേ ഇപ്പൊ? 100 വിളിയല്ലേ? 7:30, 8:30, 9:30, 10:30. എവിടെ പോയി? എവിടെ പോയി അല്ലേ? വിളി വരും. ശരിയല്ലേ? അതില്ലാത്തോണ്ട് സുഖം. സുഖം. സുഖജീവിതം. സത്യല്ലേ? സമാധാനം. സത്യല്ലേ?
സമാധാനം. സമാധാനം ഉണ്ടല്ലേ? ഇപ്പൊ നിങ്ങൾ കൊടുക്കാത്തതും എനിക്ക് കിട്ടുന്നതും സമാധാനമല്ലേ? നിങ്ങൾ അവിടെ കൊടുക്കാത്തതും എനിക്കിവിടെ കിട്ടുന്നതും സമാധാനമല്ലേ? നിങ്ങൾ അവിടെ കൊടുക്കാത്തതും എനിക്ക് ഇവിടെ കിട്ടുന്നതും സമാധാനം. നെക്സ്റ്റ് ഗ്രാസ്. ഗ്രാസ് എന്താ? ഗ്രാസ്പ് എന്ന അർത്ഥം എന്താ? ഗ്രാസ്പ് എന്ന വാക്കർത്ഥം എന്താ? പേര് തന്നെ ഉണ്ട് ഗ്രാസ്പ്. പിടിക്കുകയാണോ? ഗ്രാസ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ചോദ്യം ചോദിക്കോട്ടെ. ഗ്രാസ്പ് ചോദ്യം എപ്പോഴും ചോദിക്കാറുണ്ട്. അത് രണ്ട് കാരണമുണ്ട്. ഗ്രാസ്പ് എന്ന റിഫ്ലക്സ് ചോദിക്കപ്പെടുന്ന രണ്ട് കാരണമുണ്ട്. രണ്ട് ഇമ്പോർട്ടന്റ് കാരണമുണ്ട്. പറഞ്ഞുതരാം. ന്യൂ ബോൺ ഒരു ഒബ്ജക്റ്റിനെ ആ കുഞ്ഞിന്റെ പാം കൊണ്ട് പിടിച്ചത് ഗ്രാസ്പ. ന്യൂ ബോൺ ആ ഒരു കുഞ്ഞിന്റെ പാം കൊണ്ട് പിടിച്ചത് ഗ്രാപ്സ. പാമ ഗ്രാപ്സ് അല്ലേ? ന്യൂ ബോൺ ആ കുഞ്ഞിന്റെ പാം കൊണ്ട് പിടിച്ചത് ഗ്രാപ്സ. പാമാറല്ലേ? പാമ ഗ്രാപ്സ് അല്ലേ? ഈ ഗ്രാഫ്സ് റിഫ്ലക്സ് പാമിൽ മാത്രമേ ഉള്ളൂ. ഗ്രാസ് റിഫ്ലക്സ് പാമിൽ മാത്രമേ ഉള്ളൂ. ഇല്ല, ഇത് പ്ലാന്റർ അല്ലേ? സോൾ ഉണ്ടോ? കാലുണ്ടോ? ഇത് കയ്യിലുണ്ട്. കയ്യിലാണെങ്കിൽ പാമാറല്ലേ? കയ്യിലുണ്ടെങ്കിൽ പാമാർ. കാലിലും ഉണ്ടല്ലേ? കാലിലെ ഗ്രാസ് എന്താ? പ്ലാന്റ് ഗ്രാസ് അല്ലേ? കാൽ തൊട്ട് കഴിഞ്ഞാൽ വിരലുകൾ ചുരുട്ടി പിടിക്കാറല്ലേ? അവിടെ നോക്കിയാടെ കുഞ്ഞിന്റെ കാല് തൊട്ട് കഴിഞ്ഞാൽ കുഞ്ഞു മതി. വയസ്സായ അപ്പൂപ്പൊക്കെ പിടിക്കല്ലേ? രാത്രി പോയിട്ട് വയസ്സായ അപ്പൂപ്പന്റെ കാലിൽ പോയി നോക്കരുത്. ഉണ്ടോ? ഇതെല്ലാം ഉണ്ടോ? നോക്കരുത് കേട്ടോ. കുഞ്ഞാണ്. കുഞ്ഞിന്റെ കാലിൽ നോക്കുക. വയസ്സായ അപ്പൂ ഉറങ്ങുന്ന സമയത്ത് അപ്പൂപ്പന്റെ കാലിൽ പോയിട്ട് തടവ് കൊണ്ടല്ലോ ചവിട്ട് കിട്ടുമല്ലേ? അപ്പൂപ്പന്റെ കാലിൽ പോയിട്ട് ഈ ഗ്രാഫ്സ് എല്ലാം ഉണ്ടോ ടെസ്റ്റ് ചെയ്യരുത്. കാലിലെ ഗ്രാഫ്സ് എന്താ? പ്ലാന്റർ പാമാറാണോ? പ്ലാന്റർ അല്ലേ? കാല് തൊട്ട് കഴിഞ്ഞത് ഈ വിരലുകൾ ചുരുട്ടി പിടിക്കാറില്ലേ? ചുരുട്ടി പിടിക്കാറല്ലേ? കാല് തൊട്ട് വിരലുകൾ ചുരുട്ടി പിടിക്കാറുണ്ട്. എപ്പോഴാണ് അപ്പിയർ ആവുന്നത്? എപ്പോ ആബ്സെന്റ് ആവും? എപ്പോ അപ്പിയർ ആവും? എപ്പോൾ ആബ്സെന്റ് ആവും? അറ്റ് ദ ബർത്തിൽ എപ്പോഴും പ്രസന്റ് ആവാറല്ലേ? പാമാർ ഗ്രാസ് എപ്പോഴും അറ്റ് ബർത്തിൽ പ്രസന്റ് ആവുക. കാണുന്നുണ്ടോ പടം? അങ്ങുണ്ടോ? അനുവുണ്ടോ? ഉണ്ട്. അത് മാത്രമേ ഉള്ളൂ. ഓരോ എക്സാം കഴിയുമ്പോഴും 1, 2, 3. ഓരോ എക്സാം കഴിയുമ്പോഴും 1 ആയി, 2 ആയി, 3 ആയി, 4 ആയി, 5 ആയി. ഇനി എക്സാം ഇല്ല. അനുവുണ്ടോ? ഓരോ എക്സാം കഴിയുമ്പോഴും പ്ലാന്റാറും പാമാറും നോക്കാറുണ്ടോ ആരെങ്കിലും? ഉണ്ടോ? ഓരോ DME DX കഴിയുന്ന സമയത്ത് പാമാറും പ്ലാന്റാറും നോക്കാറുണ്ടോ? ഇല്ലേ? എത്രണ്ണോ എല്ലാവർക്കും? 1, 2 ആയോ? 2, 3 ആയോ എല്ലാവർക്കും? 2, 3 എക്സാം എഴുതിയില്ല ആരും? 2, 3 എക്സാം എഴുതിയില്ല ആരും? എത്ര എക്സാം? 1 ആണോ? 2, 3 ആണോ? എത്ര എക്സാം എഴുതി? 1 ആണോ? 2 ആണോ? 3 ആണോ? പറഞ്ഞപ്പോഴേ മനസ്സിലാക്കണം. 1, 2, 3 ആണോ? എത്ര എക്സാം പാസ് എല്ലാവരും? എത്ര എക്സാം പാസ്സായി? 1, 2, 3. അത് പാസ്സായില്ല. ഇല്ലാതെ പറഞ്ഞു. പാസ്സാത്ത എത്ര ഉണ്ട്? ഈ പറഞ്ഞത് പ്ലാന്റാറും പാമാറും കാണാത്തവരുണ്ട്. ഞാൻ ചോദിച്ചത് അതല്ലടേ. ഞാൻ ചോദിച്ചെന്ന് പറഞ്ഞ് മനസ്സിലായില്ലേ? ഞാൻ ചോദിച്ചെന്താ? ഈ പറഞ്ഞ പ്ലാന്റാറും പാമാറും കാണാത്തവരുണ്ട്. എത്ര പേര് ഇതുവരെ പ്ലാന്റാറും പാമാറും നോക്കിയുണ്ട്? അതാ ചോദിച്ചത്. 2 നോക്കിയുണ്ടോ? 2. വേറെ ആരുണ്ട്? എത്ര ഉണ്ട്? എത്ര വേവിന്ന? അതുപോലും മനസ്സിലാക്കി. ക്വസ്റ്റ്യൻ മനസ്സിലാകും. അതുപോലും മനസ്സിലാക്കാത്തത് ക്വസ്റ്റ്യൻ മനസ്സിലാക്കാമോ? അയ്യോ, എനിക്ക് വയ്യ. 1. ക്വസ്റ്റ്യൻ 1. 2 പ്ലാന്റാറും 2 പാമാറും ഉണ്ടോ? ആരാത്? 2. ആരും നോക്കാത്തിറങ്ങുണ്ടോ? നോക്കാത്തിറങ്ങുണ്ടോ? ഇതുവരെ പാമാറും പ്ലാന്റാറും നോക്കാത്തിറങ്ങുണ്ടോ? പാമാറും പ്ലാന്റാറും നോക്കാൻ ഉണ്ട്. എല്ലാവരും ഉണ്ടോ? കേട്ടിട്ടുണ്ടല്ലേ? ശാലിനി കേട്ടിട്ടുണ്ട്. നല്ല കാര്യം. എക്സാം പാസ് നോക്കട്ടോ. എക്സാം പാസ്സായിട്ട് നമുക്ക് കല്യാണം കേട്ടോ. എന്റെ എല്ലാവരും പറഞ്ഞ കാര്യം, എക്സാം പാസ്സായിട്ട് ഒരു ജോലി കിട്ടിയ ശേഷം കല്യാണം മതി കേട്ടോ. ഇത് കല്യാണം കഴിക്കാത്ത ആൾക്കാർ എപ്പോഴും എക്സാം പാസ്സായിട്ട് ഒരു ജോലി നേടിയ ശേഷം മാത്രം മാരേജ് മതി. ഓക്കെ? ഇതിൽ കല്യാണം കഴിക്കാത്ത ആൾക്കാർ പറഞ്ഞ കാര്യമാണ്, എക്സാം പാസ്സായ ശേഷം ജോലി നേടിയ ശേഷം മതി കല്യാണം.
ഇനി എക്സാം എഴുതാൻ പോകാന്ന് പറയാണ്, കല്യാണം കഴിഞ്ഞെന്ന് പറയാണ്. എക്സാം പാസ്സായിട്ട് മതി അടുത്ത കുട്ടികൾ. സ്റ്റാർട്ട് ചെയ്യാം. ഇതെപ്പോ സ്റ്റാർട്ട് ചെയ്യും? ഈ റിഫ്ലക്സ് ഗ്രാസ് എപ്പോ സ്റ്റാർട്ട് ചെയ്യും? എപ്പോ സ്റ്റാർട്ട് ചെയ്യും? അത് ബർത്തിലാണോ? അത് ബർത്തല്ലേ? അത് ബർത്തിൽ ഉണ്ടാവാറില്ലേ? ഗ്രാസ് റിഫ്ലക്സ് എപ്പോഴും അത് ബർത്തിൽ ഉണ്ടാവും. പക്ഷേ പാമർ ഉണ്ടോ ഇവിടെ? അത് ബർത്തിൽ പാമർ ഉണ്ടോ? ഉണ്ടല്ലോ, ഉണ്ടല്ലോ. ബർത്തിൽ എന്തുണ്ട്? പാമറില്ലേ? പാമറില്ലേ? അത് ബർത്തിൽ പാമറില്ലേ? ഉണ്ട്, ബർത്തിൽ പാമർ ഉണ്ടല്ലേ? പക്ഷെ അത് എപ്പോ ആബ്സെന്റ് ആവും? പാമർ ആബ്സെന്റ് ആവാറുണ്ടോ? പാമർ ആബ്സെന്റ് ആവാറുണ്ടോ? ഉണ്ട്, ഉണ്ടോടെ? ഒന്നൂടെ പറഞ്ഞേ, ഉണ്ടോ ഇല്ലേ? എസ് ഓർണോ? ഉണ്ടേ. ഫോർത്ത് മുതലല്ലേ? ഫോർത്ത് മുതൽ പാമർ ഡിസപ്പിയർ ആവണല്ലേ? ഫോർത്ത് മന്ത് ആകുമ്പോൾ പാമർ ഡിസപ്പിയർ ആവും. ആൻഡ് പ്ലാന്റർ എപ്പോഴാ? പ്ലാന്റർ എപ്പോൾ ഡിസപ്പിയർ? എട്ടാമത്തെ മാസം പ്ലാന്റാറും ഡിസപ്പിയർ ആവും. നാലാമത്തെ മാസം ആകുമ്പോൾ പാമർ ഡിസപ്പിയർ ആവും. പ്ലാന്റാർ ആണെങ്കിൽ എട്ടാമത്തെ മാസം ഡിസപ്പിയർ ആവും. രണ്ട് കാര്യം കേരള PSC എക്സാം ചോദിക്കാറുണ്ട്. പാമർ എപ്പോൾ ഡിസപ്പിയർ ആവും, പ്ലാന്റർ എപ്പോൾ ഡിസപ്പിയർ? നാലാമത്തെ മാസം ആകുമ്പോൾ പ്ലാന്റാർ ആണോ പാമർ ആണോ ഡിസപ്പിയർ ആവുന്നത്? നാലാമത്തെ മാസമാണെങ്കിൽ പാമർ ഡിസപ്പിയർ ആവും. എട്ടാമത്തെ മാസമാണെങ്കിൽ പ്ലാന്റാർ ഡിസപ്പിയർ ആവും. റീഅപ്പിയർ ആവുന്നപ്പോഴേ വീണ്ടും വരാറുണ്ട് റിഫ്ലക്സ്. അതാ ചോദ്യം. എക്സാമിൽ പഠിക്കാതെ പോകുന്ന ചോദ്യം ഇതാണ്. ഈ റിഫ്ലക്സുകൾ വീണ്ടും വരാറുണ്ട് എപ്പോഴെങ്കിലും? റീഅപ്പിയർ ആവുന്നുണ്ടോ? ഗ്രാസ്പ് റിഫ്ലക്സ് എപ്പോഴെങ്കിലും നോർമൽ അല്ലാതെ വീണ്ടും എപ്പോഴെങ്കിലും വരാറുണ്ടോ? യെസ്. ഒരു ഇഞ്ചുറി വന്നു. എവിടെ? ഹെഡിന്റെ ഫ്രോണ്ടൽ ലോബിൽ ഒരു ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ, ഹെഡിന്റെ ഫ്രോണ്ടൽ ലോബിൽ ഒരു ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ ഈ റിഫ്ലക്സ് എല്ലാം റീ അപ്പിയർ ചെയ്യുമൂടെ? ചെയ്യുമോ? ചെയ്യുമോ? ചെയ്യും. നോർമലി വരാറില്ല. നോർമലി പറഞ്ഞ 4-8 മാസം വരാറില്ല. 4-8 മാസമേ വരാറില്ല. പക്ഷേ ഹെഡിന്റെ ഫ്രോണ്ടൽ ലോബില്ലേ, ഹെഡിന്റെ ഫ്രോണ്ടൽ ലോബിൽ ഒരു ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ ഈ റിഫ്ലക്സ് എല്ലാം വീണ്ടും വീണ്ടും വരാറുണ്ട്. ഗ്രാസ് റിഫ്ലക്സ് വീണ്ടും റീ അപ്പിയർ ചെയ്യും. എന്താ സംഭവം? എന്താ? നോബോണ്ട് കൈവച്ച് എഴുതിയുടെ അത് പിടിക്കാറില്ലേ? അതുപോലെ സിനിമയിൽ നല്ല പ്രായമായ ആൾക്കാർക്ക് ഇത് ഹെഡിൽ ഇഞ്ചത് അത് പിടിക്കാറില്ലേ? കണ്ടുണ്ടായിരിക്കില്ലേ? വരാറില്ലേ? കണ്ടുണ്ടായിരിക്കില്ലേ? കണ്ടുണ്ട്, ഉണ്ട്. സോ പാമർ എപ്പോ വരും? പാമർ അറ്റ് ബർത്തിൽ വരും, എപ്പോൾ ഡിസപ്പിയർ ആവും. പാമർ എപ്പോ വരും, എപ്പോൾ ഡിസപ്പിയർ ആവും? ചോദ്യം ഇതാണ്. പാമർ എപ്പോ വരും, എപ്പോൾ ഡിസപ്പിയർ ആവും? അറ്റ് ബർത്തിൽ വരും, 4 മാസം ആകുമ്പോൾ ഡിസപ്പിയർ അല്ലേ? അറ്റ് ബർത്തിൽ വരും, 4 മാസം ഡിസപ്പിയർ ആവും. അന്റെ പ്ലാന്റർ എപ്പോ വരും? അറ്റ് ബർത്തിൽ വരും, 8 മാസം ആകുമ്പോൾ ഡിസപ്പിയർ അല്ലേ? റീ അപ്പിയർ എപ്പോഴാ? റീ അപ്പിയർസ് എപ്പോഴാ? ഫ്രോണ്ടൽ ലോബിന്റെ ഇഞ്ചുറി കാരണമെങ്കിലും ഏതെങ്കിലും അസുഖം വന്നാൽ റീ അപ്പിയർ ചെയ്യും. ക്ലിയർ ആയോ? ക്ലിയർ? 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 ഒരു 2 മിനിറ്റ് ബ്രേക്ക് തരട്ടെ? 2 മിനിറ്റ് ബ്രേക്ക് തരട്ടെ? വെള്ളം കുടിച്ചിട്ടെ? വെള്ളം തരട്ടെ? വെള്ളം കുടിച്ചിട്ടെ? ആറാമത്തെ എന്ത് മോറോ പറയാം? ആറാമത്തേത് മോറോ പറയുന്നുണ്ട്. ബ്രേക്ക് തരട്ടെ? സമയത്രേ? സമയം പറ. എത്രേ സമയത്രേ? 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 വെള്ളം 10:30 35 35 35 35 40 വരെ. 40 ബ്രേക്കോട്ടെ. 40 വരെ. 40 ബ്രേക്ക് ഓടിക്കോട്ടെ. 40 ബ്രേക്ക് 5 മിനിറ്റ് മോറോ സ്റ്റാർട്ട്.
സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാമോ? പോയിട്ടില്ല. ഉണ്ട്. ഇങ്ങനെ പോയല്ലേ. ഹലോ, സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ എത്ര ക്ലാസ് ഉണ്ട്? ഇത്രയും സമയം എത്ര ക്ലാസ് ഉണ്ട്? ഇത്രയും സമയം എത്ര മണിക്കൂർ ക്ലാസ്? ഇത്രയും സമയം എത്ര മണിക്കൂറുള്ള ക്ലാസ് ഉണ്ട് എല്ലാവരും? ആര് പറഞ്ഞേ? എത്ര മണിക്കൂറായി? എത്ര 4 ആയോ? മോർ ദാൻ 4 ആയോ? പറഞ്ഞാൽ മോർ ദാൻ 4 ആയോ? അപ്പൊ 6 മണിക്ക് എങ്ങനെ ഇരിക്കും? 6 മണിക്കൂർ ആയാൽ എങ്ങനെ ഇരിക്കും? 8 മണിക്ക് എങ്ങനെ ഇരിക്കും? 8 മണിക്കൂർ എങ്ങനെ ഇരിക്കും? എങ്ങനെ ഇരിക്കും? അതേസമയം ഞാനത് റെക്കോർഡ് പഠിക്കും? ഇല്ല, പഠിക്കില്ല. 4 മണിക്കൂറോ 2 മണിക്കൂറോ 6 മണിക്കൂറോ റെക്കോർഡ് പഠിക്കില്ല. ആദ്യം കുറച്ച് കേൾക്കും, പിന്നെ എക്സിറ്റ് ആയി പോലെ പഠിക്കില്ല. 4 മണിക്കൂറായാലും 2 മണിക്കൂറായാലും 1 മണിക്കൂറിൽ പോലും റെക്കോർഡ് കിട്ടിയാൽ പഠിക്കില്ല. എനിക്കറിയാം, പഠിക്കില്ല. അറിയൂടെ? പഠിക്കില്ല. ശരിയല്ലേ? പഠിക്കൂടെ? പഠിക്കൂ. അതാണ് മാക്സിമം റെക്കോർഡ് പ്രൊമോട്ട് ചെയ്യാതെ. എങ്കിലും ആർക്കെയും റെക്കോർഡിങ് വേണമെന്ന് കരുതി ആ ഒരു ഗ്രൂപ്പിനകത്ത് ഞാൻ ഇന്ററാക്ട് ചെയ്യുന്നത്. ഞാൻ ഇന്ററാക്ട് ചെയ്യുന്നത് എപ്പോഴും എന്താണ്, ഇങ്ങനെ ആയിപ്പോയി. ഇങ്ങനെയാണ് എപ്പോഴും എന്താ പോസിറ്റീവ്, എപ്പോഴും പോസിറ്റീവ് ഇന്ററാക്ട് ചെയ്യുക. ഞാൻ ഇപ്പോൾ ക്ലാസ് തുടങ്ങി തൊട്ട് ഇതുവരെ ഒരു അനക്കമില്ലല്ലോ, സ്പീഡില്ലല്ലോ. അനക്കം സ്പീഡൊന്നും ഇല്ലല്ലോ, ഒരേ ഫ്ലോ അല്ലേ. ക്ലാസ് തുടങ്ങി തൊട്ട് ഇതുവരെയും ഒരു സ്പീഡ് ഒന്നുമില്ലല്ലോ. വീണ്ടും പറഞ്ഞു തരാറില്ലേ? വീണ്ടും പറഞ്ഞു തരാൻ കഴിയും ഇല്ലല്ലോ. ഇല്ല. അതെ, സ്റ്റാർട്ട് ചെയ്യും. നെക്സ്റ്റ് ഏതാ? 5 പഠിച്ചോ? 5 റിഫ്രഷ് പഠിച്ചോ? 5 പഠിച്ചോ? 5 പഠിച്ചോ? 5-ൽ 6-മത്തെ എത്ര ഉണ്ട്? 5-ൽ 6-മത്തിനകത്ത് എത്ര ഉണ്ട്? അത് ഇമ്പോർട്ടന്റ്. 5-നകത്ത് 6-മത്തിനകത്ത് എത്രയുണ്ട്? 2 പഠിക്കും. പാമാറുണ്ടോ? പ്ലാന്റർ ഉണ്ടോ? 5-നകത്ത് 2 ഉണ്ടോ? പ്ലാന്റർ പാമർ ഉണ്ടോ? 5-നകത്ത് പ്ലാന്റാറും പാമാറും ഉണ്ടെന്ന കാര്യം മറക്കരുത്. 2 കാര്യമുണ്ട് 5-നകത്ത്. എപ്പോഴും പ്ലാന്റാറും ഉണ്ട്, പാമാറും ഉള്ള കാര്യം ഒരിക്കലും മറക്കരുത്. സോ നെക്സ്റ്റ് വൺ ഇസ് ദ മോറോ റിഫ്ലക്സ്. 6-മത്തെ കാര്യം ദ മോറോ റിഫ്ലക്സ്. മോറോ എവിടെ ഉണ്ടോ? അറിയാം അവർക്ക്. അറിയാം. ഞാൻ പറയുന്നത് അറിയാം, കാരണമുണ്ട്. ഞാൻ പറയുന്നത് അറിയാം. കാരണമുണ്ട്. കുഞ്ഞില്ലേ, എന്താ കുഞ്ഞില്ലേ? ശബ്ദം പോയി. സമയായി. ശബ്ദം പോയി. ആ കുഞ്ഞ് അവർ വെറുതെ കിടക്കുമ്പോൾ പോലും ചെറിയ ശബ്ദം കേട്ടാൽ റാപ്പിഡായിട്ട് അബ്ഡക്ഷനും എക്സ്റ്റൻഷൻ ചെയ്യാറുണ്ടോ? കുഞ്ഞ് വെറുതെ കിടക്കുമ്പോൾ ചെറിയ സൗണ്ട് കേട്ടാൽ പോലും റാപ്പിഡായിട്ട് അബ്ഡക്ഷനും എക്സ്റ്റൻഷൻ ചെയ്യാറുണ്ടോ? കുഞ്ഞ് വെറുതെ കിടക്കുമ്പോഴും ചെറിയ ഒരു ശബ്ദം കേട്ടാൽ പോലും റാപ്പിഡായിട്ട് അബ്ഡക്ഷനും എക്സ്റ്റൻഷനും, ആ കൈയും കാലും എല്ലാം പേടിച്ച് അപ്പും ഡൗണും ചെയ്യാറുണ്ടോടെ? കൈയും കാലും സൗണ്ട് കേട്ട് ചെറിയൊരു ശബ്ദം കേട്ടാൽ പോലും ആ കുഞ്ഞു കൈയും കാലും പേടിച്ച് വിറച്ചുകൊണ്ട്
അപ്പും ഡൗണും ചെയ്യാറുണ്ടോ? അപ്പും എക്സ് ചെയ്യാറുണ്ടോ? നോർമലി സുപ്പൈൻ പോസ്റ്റ് കിടക്കുകയാണെങ്കിൽ ഒരു ലൗഡ് വോയിസ് കേട്ട് കഴിഞ്ഞാൽ, ലൗഡ് സ്റ്റിമുലി കേട്ട് കഴിഞ്ഞാൽ, ആ ഒരു ഒച്ച കേട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യൂടെ? നോർമലി കിടക്കുച്ചാണ്, കുഞ്ഞു വെറുതെ കിടക്കുകയാണ്, ശല്യമല്ല, അമ്മയും ഇല്ല അച്ഛനും ഇല്ല, ആ തൊട്ടിലിനകത്ത് ആരും വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് ശല്യമില്ല, ഒറ്റ കിടക്കുകയാണ്, ചുമ്മാ എടുക്കുന്നതിൽ ആരും വന്ന് പിടിക്കുന്നില്ല, മൂക്ക് പിടിക്കുന്നില്ല, കണ്ണ് നോക്കുന്നില്ല, താടി തടയുന്നില്ല, ചുമ്മാ കിടക്കുകയാണ്, സന്തോഷം. സത്യമല്ലേ? എപ്പോഴും ആൾക്കാർ ചുമ്മാ കുട്ടിയെ പിടിച്ച് ആ ഉറങ്ങുന്ന ആൾക്കാർ പിടിച്ച് തടവാറില്ലേ? സത്യമല്ലേ? ചുമ്മാ തൊട്ടിലെടുക്കുന്ന ആരും വന്ന ഉടനെ വീട്ടിൽ ആരെങ്കിലും വന്നാൽ ഇതാ കുഞ്ഞ്, എണീപ്പിക്കും, തടവും, കിടത്തി. സത്യമാണോ? ചുമ്മാ കുഞ്ഞായിരിക്കും, ഉറങ്ങായിരിക്കും, ആരെങ്കിലും വന്ന് തട്ടി ഉണർത്തും. ഞാൻ ഉറങ്ങുന്ന എന്നെ ആരാ വിളിക്കുന്ന? നോർമലി സുപ്പൈൻ പൊസിഷനിൽ കിടക്കുന്ന കുഞ്ഞ് ലൗഡ് വോയിസ് കേട്ട് കഴിഞ്ഞാൽ, ലൗഡ് സ്റ്റിമുലി വന്നാൽ പെട്ടെന്ന് എന്ത് ചെയ്യും? റാപ്പിഡ് അബ്ഡക്ഷനും എക്സ് ചെയ്യാറുണ്ടോ? ആംസ് എപ്പോഴും റാപ്പിഡ് അബ്ഡക്ഷനും എക്സ് ചെയ്യാറുണ്ടോ? എക്സ്റ്റെൻസ് ചെയ്യാറുണ്ടോ? ആ കൈകൾ ഫിംഗേഴ്സിനെ ചെയ്യാറുണ്ടോ? അതുപോലെ ആ കയ്യിലെ ഫിംഗേഴ്സ് നോക്കി, കയ്യിലെ ഫിംഗേഴ്സ് ഇങ്ങനെ കൈ ഇങ്ങനെ കാണിക്കും, ഉറങ്ങുന്നതായിരിക്കും. പെട്ടെന്ന് ഞാൻ ആക്കാറുണ്ടോ? ഇങ്ങനെ ആക്കാറുണ്ടോ? ആ കുഞ്ഞ് ഇങ്ങനെ ആക്കാറുണ്ടോ? ഉണ്ടല്ലേ? അല്ലേ? ഫിംഗേഴ്സ് ആക്കാറല്ലേ? അതുപോലെ സോൾ ആക്കാറല്ലേ? കാല് സോൾ ഇങ്ങനെ ആക്കാറല്ലേ? ആരെങ്കിലും വിളിക്കുന്നു, ഉറങ്ങായിരിക്കും, വിളിച്ച് ഉണർത്തിയാൽ പോയി, കാലും കൈ ഇതിങ്ങനെ ആക്കാറില്ലേ? എപ്പോഴാ പ്രശ്നം വന്നപ്പോഴാ? കൈയും കാലും ഇങ്ങനെ ആക്കുന്ന എപ്പോഴാ? അത് ബെർത്തോടല്ലേ? സ്റ്റാർട്ട് ആവാറോ? മോറോ റിഫ്ലക്സ് സ്റ്റാർട്ട് ചെയ്യും. വേറെ പേരുണ്ടോ? അതുകൂടെ ഇമ്പോർട്ടന്റ്. മോറോ കെയർ വരുന്നുണ്ടോ? മോറോ റിഫ്ലക്സ് അത് പറഞ്ഞില്ല. മോറോ കെയർ വരുന്നുണ്ടോ? സ്റ്റാർട്ടിലുണ്ടോ? സ്റ്റാർട്ടൈൽ റിഫ്ലക്സ്. മോറോ റിഫ്ലക്സിന് മറ്റൊരു പേരുണ്ടോ? മോറോ റിഫ്ലക്സ് പഠിക്കുന്ന മറ്റൊരു പേരുണ്ടോ? സ്റ്റാർട്ടൈൽ റിഫ്ലക്സ് ഉണ്ടോ? യെസ്, സ്റ്റാർട്ടൈൽ റിഫ്ലക്സ് വിളിക്കാറില്ലേ? പ്രശ്നം കാണുന്നുണ്ടോ? എപ്പോ വരും? പ്രസന്റ് ആവും. ബെർത്തിൽ പ്രസന്റ് ആവാറില്ലേ? മോറോ റിഫ്ലക്സ് അറ്റ് ബെർത്തിൽ പ്രസന്റ് ആവുകയും എപ്പോ ഡിസപ്പിയർ ആവും? 4 മുതൽ 5 മാസം ആകുമ്പോൾ എന്ത് ചെയ്യും? ഡിസപ്പിയർ ആവുകയും ചെയ്യും. അറ്റ് ബെർത്തിൽ എപ്പോഴും ഇത് പ്രസന്റ് ആവുകയും 4 മുതൽ 5 മാസം ആകുമ്പോൾ എന്ത് ചെയ്യും? അത് ഡിസപ്പിയർ ആവുകയും ചെയ്യും. മറക്കരുത്, ആഫ്റ്റർ ബെർത്ത് എന്ത് ചെയ്യും? അത് പ്രസന്റ് ആവുകയും 4 മുതൽ 5 മാസം എന്ത് ചെയ്യും? ഡിസപ്പിയർ ആവുകയും ചെയ്യും. ശരിയല്ലേ? ആ കുഞ്ഞ് വെറുതെ കിടക്കുമ്പോൾ പോയി സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? റാപ്പിഡായിട്ട് അബ്ഡക്ഷനും എക്സ്റ്റൻഷൻ ചെയ്യാറില്ലേ? പേടിച്ചല്ലേ? ശരിയല്ലേ? ആ കൈയും കാലും വെറുതെ പേടിച്ച് അബ്ഡക്ഷനും എക്സ് ചെയ്യല്ലേ? സുപ്പയും കിടക്കുകയാണ്. അനുഭവം ഇറങ്ങിയില്ലേ? ചുമ്മാ കിടക്കുകയായിരുന്നു. ഇറങ്ങില്ല, ചുമ്മാ സുപ്പ് കിടക്കുകയായിരുന്നു. പോയി വിളിക്കുകയാണ്, മോളെ കേറെന്ത്? അതാണോ ഇതാണോ? സ്നേഹം കൊണ്ട ചെയ്യാറുണ്ടെങ്കിലും അനുഭവം ഉണ്ടോ? ആ കൊണ്ടോടെ ഉണ്ട്. ആ അപ്പിയർ അറ്റ് ബെർത്തിൽ അപ്പിയർ ചെയ്യെങ്കിലും, 4 മുതൽ 5 മാസം ഡിസപ്പിയർ ആവും അല്ലെ? അറ്റ് ബെർത്തിൽ അപ്പിയർ ആവുകയും 4 മുതൽ 5 മാസം ഡിസപ്പിയർ ചെയ്യും. പക്ഷേ ഇത് ഡിസപ്പിയർ ചെയ്യാതിരുന്നാൽ എന്തെങ്കിലും അസുഖമുണ്ടോ? ഈ മോറോ ഡിസപ്പിയർ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? 6 മാസം കഴിഞ്ഞ ശേഷം, 4 മുതൽ 5 സമയം, ഡിസപ്പിയർ സമയം 4 മുതൽ 5 ആണ്. പക്ഷെ 6 മാസം കഴിഞ്ഞിട്ടും ഡിസപ്പിയർ ആവുന്നില്ലെങ്കിൽ എന്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു? ന്യൂറോളജിക്കൽ അബ്നോർമാലിറ്റി. 4 മുതൽ 5 എപ്പോഴും ഡിസപ്പിയർ. മറക്കരുത്, 4 മുതൽ 5 മാസം എപ്പോഴും ഡിസപ്പിയർ ആവുന്നു. പക്ഷെ 6 മാസമായിട്ടും പോയില്ലെങ്കിൽ എന്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു?
ന്യൂറോളജിക്കൽ അബ്നോർമാലിറ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. മറക്കരുത്. കിട്ടിയോ? ക്ലിയറോ? 4 മുതൽ 5 നോർമൽ, അത് ഡിസപ്പിയർ. പക്ഷെ 6ാമത്തെ മാസമായിട്ടും ഡിസപ്പിയർ ആയില്ലെങ്കിൽ അത് എന്തിൻഡിക്കേറ്റ് ചെയ്യുന്നു? ന്യൂറോളജിക്കൽ അബ്നോർമാലിറ്റിയാണ് പ്രധാനമായിട്ടും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി റിഫ്രസ് ഉണ്ട് പഠിക്കാൻ. ഇനി ഏതെങ്കിലും റിഫ്ലക്സ് പഠിക്കുന്നുണ്ടോ? ഓരെണ്ണം പഠിക്കാൻ. അതൊക്കെ പേരെന്താ? ഓരെണ്ണം കൂടെ പേരെന്താ? ഒരു എണ്ണം പഠിക്കണം. എന്താ പേര്? ബബിൾസ്കി ആണോ? ബബിൾസ്കി റിഫ്ലക്സ് ആണ്. ഒരെണ്ണം പഠിക്കാനുണ്ട്. ഏതാ പറഞ്ഞു? ബബിൾസ്കി ആണോ? കമന്റ് ആണോ? ഒരെണ്ണം പഠിക്കാൻ. ഏതാ ഒരെണ്ണം കൊണ്ട്? ഏതാ പേരെന്താ? ബബിൾസ്കി ആണോ? എക്സാമിന് 2 ചോദ്യം കിട്ടും. ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഗ്രൂപ്പ് ഇട്ടില്ലേ, ഞാൻ എപ്പോഴും ഗ്രൂപ്പിൽ ഉണ്ട്. 2 ചോദ്യം കിട്ടിട്ട് കണ്ടായിരുന്നെങ്കിലും 2 തൊട്ട് ചോദ്യം കിട്ടും കിട്ടായിരുന്നെങ്കിലും ഈ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന കിട്ടായിരുന്നു. എപ്പോൾ ക്ലാസ് എപ്പോൾ സ്റ്റാർട്ട് ചെയ്തു? ക്ലാസ് എപ്പോൾ സ്റ്റാർട്ട് ചെയ്തു? ക്ലാസ് എപ്പോൾ തുടങ്ങി? 7:30 8:30 ആണോ? 7:30 8:30 ആണോ? 7:30 8:30 ആണോ? 7:30 അല്ലേ? 7:30 അല്ലേ? 7:30. ഉച്ചക്ക് ഇത് 1:30 ആണ് കേട്ടോ. ഉച്ചക്ക് 1:30 2:30 4:30 ഇങ്ങ് പോയി. രാവിലെ 9:30. 12 മണിക്കൂറായി. ശബ്ദം പോയില്ലേ? 12 മണിക്കൂർ സംസാരിച്ച ശബ്ദം പോയില്ലേ? 12 മണിക്കൂറോളം സംസാരിച്ച ശബ്ദം പോകുന്നത്. അതാണ് അവസരം കാണുന്നത്. ഇടയ്ക്കിടയ്ക്ക് ശബ്ദം പോകാണെന്നല്ലേ? ഇടയ്ക്കിടയ്ക്ക് ശബ്ദം പോകാണല്ലേ? 12 മണിക്കൂറായി. രാവിലെയായി, ഉച്ചയ്ക്കായി, രാത്രിയായി. ശബ്ദം ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. എന്താണ് ഇത്? ബബിൾസ്കി എന്താ? ഇത് ബബിൾസ്കി റിഫ്ലക്സ് എന്താ? ഞാൻ അതിന് ശേഷം ഇല്ല ഇത് എഴുതിനോട്ട് കേട്ടോ. ശേഷം ഗ്രൂപ്പിനകത്ത് ഞാൻ ഇത് എഴുതിയ നോട്ട് പറയും കേട്ടോ. വായിക്കൂ. ശേഷം മലയാളത്തിൽ എഴുതിയ നോട്ട്സ് കൂടെ പോസ്റ്റ് ചെയ്യും കേട്ടോ. കേൾക്കുന്നുണ്ടോ? ആഫ്റ്റർ ക്ലാസ് ശേഷം ഞാൻ എഴുതിയ നോട്ട്സ് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും കേട്ടോ. എഴുതിയ പോയിന്റ്സ്, നോട്ട്സ്, റിഫ്ലക്സ് എല്ലാം പോയിന്റ്സ് ആയിട്ട് എഴുതി തരും കേട്ടോ. വേണോ? വേണ്ടല്ലോ. വേണ്ട. ആർക്ക് വേണ്ടെന്ന്? എന്താ ബബിൾസ്കി? വേണ്ടേ? വേണം. ഏത് ബബിൾസ്? എന്താ? കുഞ്ഞിന്റെ കാലില് എവിടെയാ? വേണം. തരാം. കുഞ്ഞിക്കട്ടെ. നോക്കി പിക്ചർ നോക്കിയേ. വേണം. എന്താ ബബിൾസ്കി? എന്താ ചോദ്യം വരും എപ്പോഴും ഇവിടെ ചോദിക്കുന്നത്. കാരണം ഏറ്റവും ടഫായ ഇതാ, ഏറ്റവും മനസ്സിലാകാത്ത പേരും ഇതാണ്, കാര്യവും ഇതാണ്. ബബിൾസ്കി റിഫ്ലക്സ് എന്താ? പഠിക്കാൻ സിമ്പിൾ ആണ്. കാണുന്നുണ്ടോ കുഞ്ഞിന്റെ കാല് മാത്രം നോക്കിയേ. കൈയും ഇല്ല, വേറൊന്നുമില്ല. കാലുണ്ടോ? കുഞ്ഞിന്റെ കാലിലെ ലാറ്ററൽ ആസ്പെക്റ്റിൽ ഒന്ന് വരച്ചു കഴിഞ്ഞാൽ ബിഗ് ടോ ഫ്രണ്ടിലോട്ട് വരും. ഈ ഒരു പിക്ചർ വൈസ് ആയിട്ട് കുഞ്ഞിന്റെ കാലിന്റെ ആസ്പെക്റ്റ് ആയിട്ട് ഒന്ന് എന്തെങ്കിലും കൂടെ വരച്ചു കഴിഞ്ഞാൽ ബിഗ് ടോ ഫ്രണ്ടിലോട്ട് വരും. നോർമലി വരോ? മനസ്സിലാക്കി പഠിക്കുക, കാണാതെ പഠിക്കരുത്. ഈ ഒരു പിക്ചറിൽ കുഞ്ഞിന്റെ കാലിന്റെ ലാറ്ററൽ ആസ്പെക്റ്റിൽ താഴ്ഭാഗത്ത് എന്തെങ്കിലും കൊണ്ട് വരച്ചു കഴിഞ്ഞാൽ, ലാറ്ററൽ വരച്ചു കഴിഞ്ഞാൽ ഫ്രണ്ട് മുന്നോട്ട് വരും. തള്ള വിരൽ മുന്നിലോട്ട് വരുമോ? മലയാളത്തിൽ പറഞ്ഞാൽ ബിഗ് ടോ തള്ള വിരൽ എന്ന് പറയാം. മുന്നോട്ട് വരുമോ? വരൂ. എസ് ഓർണോ? ഇല്ല. എസ് പറയുക. കുഞ്ഞിന്റെ കാലിലെ ലാറ്ററൽ ആസ്പെക്റ്റിൽ വരയ്ക്കുമ്പോൾ ബിഗ് ടോ മുന്നോട്ട് വരില്ലേ? കുഞ്ഞിന്റെ കാലിന്റെ ലാറ്ററൽ ആസ്പെക്റ്റിൽ ഒന്ന് വരയ്ക്കുമ്പോൾ ബിഗ് ടോ ഫ്രണ്ടിലോട്ട് വരും. അത് ബാക്കി എല്ലാ ടോയും ഹൈപ്പർ എക്സൽ അല്ലേ? ബിഗ് ടോ മാത്രം എന്ത് ചെയ്യും? ഫ്രണ്ടിലോട്ട് വരികയും ബാക്കി എല്ലാം എന്ത് ചെയ്യും?
ഹൈപ്പർ എക്സ്റ്റൻഡ് അല്ലേ? ബാക്കി എല്ലാ ടോസും ഹൈപ്പർ എക്സ്റ്റൻഡ്, ബിഗ് ടോ മാത്രം മുന്നോട്ട് വരികയും. ശരിയല്ലേ? അറിയാൻ മറിയില്ലേ? നോക്കട്ടെ, നോക്കട്ടോ ആണെങ്കിൽ ബിഗ് ടോ മുന്നോട്ട് വരും അല്ലേ? ബിഗ് ടോ ഫ്രണ്ടിലോട്ട് വരികയും ബാക്കി എല്ലാ ടോസും ഹൈപ്പർ എക്സ്റ്റൻഡ് ആകുകയും ചെയ്യും. നോർമൽ ഇത് ഈ പറഞ്ഞ നോർമൽ അല്ലേ? ബിഗ് ടോ മുന്നോട്ട് വരികയും ബാക്കിയെല്ലാം ഹൈപ്പർ എക്സ്റ്റൻഡ് ആകുകയും നോർമൽ അല്ലേ? ബിഗ് ടോ മുന്നോട്ട് വരികയും ബാക്കി എല്ലാ ടോസും എന്ത് ചെയ്യും? ഹൈപ്പർ എക്സ്റ്റൻഡ് ആകുക. നോർമൽ ആണ്. അബ്നോർമൽ ആയാലോ ഈ ടോസിന്റെ വിരലുകളുടെ ഡിസ്റ്റൻസ് കൂടുകയും ചെയ്യുന്നത്. ഇതേ ബബിൻസ്കി റിഫ്ലക്സ് അബ്നോർമൽ ആയാൽ എല്ലാ ലെഗ്സിന്റെയും ഈ പറഞ്ഞ ഡിസ്റ്റൻസ് ഇല്ലേ, ഡിഫറൻസ് ആവും ചെയ്യുന്നത്. സെക്കൻഡ് പിക്ചർ കാണുന്നുണ്ടോ? എല്ലാ ലെഗ്സിന്റെയും ഡിസ്റ്റൻസ് വ്യത്യാസമുണ്ടോ? കണ്ടായിരിക്കില്ലേ? ബബിൻസ്കി അബ്നോർമൽ ആണെങ്കിൽ എല്ലാ ലെഗ്സിന്റെയും ഡിഫറൻസ് വ്യത്യാസമായിരിക്കും. പക്ഷെ നോർമൽ എന്ത് ചെയ്യും? ബിഗ് ടോ മാത്രം എന്ത് ചെയ്യൂടെ ഫ്രണ്ടിലോട്ട് വരികയും ബാക്കിയെല്ലാം ഹൈപ്പർ എക്സ്റ്റൻഡ് ആകുകയും ചെയ്യും. ബാക്കിയെല്ലാം ഹൈപ്പർ എക്സ്റ്റൻഡ് ചെയ്യും. പക്ഷെ അബ്നോർമൽ ആണെങ്കിൽ എല്ലാ ലെഗും ഒരുപോലെ എന്ത് ചെയ്യും? ഡിസ്റ്റൻസ് വരും. ക്ലിയർ ആയോ? കാലിലോട്ടെ ഒരു ജേഷ പറിച്ചാലേ കാലിൽ ഒരു ജേഷ പറിച്ച് എന്ത് ചെയ്യും? ആ വലിയ എന്തിയുടെ വലിയ വിരൽ മാത്രം ഡോർസി ഫ്ലെക്ഷനും ബാക്കി എന്ത് താഴോട്ട് പോറില്ലേ? വലിയ വിരൽ മാത്രം ഡോർസി ഫ്ലെക്ഷനും ബാക്കിയെല്ലാം താഴോട്ട് പോകാറില്ലേ? ഫസ്റ്റ് പിക്ചർ നോക്കി. സൗണ്ട് കേൾക്കാമല്ലോ? സൗണ്ട് കേൾക്കാമല്ലോ? കാലിന്റെ അടിയിലോട്ട് ഒരു പിക്ചർ കാണും പോലെ ഒരു വര വരച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ തള്ളവരൽ മാറുകയും ഡോർസി ഫ്ലെക്ഷനും ബാക്കിയെല്ലാം എന്ത് ചെയ്യും? താഴോട്ട് പോലെ ഹൈപ്പർ ആവില്ലേ? കിട്ടിയോ? പക്ഷെ ഇത് അബ്നോർമൽ ചെയ്യും. അബ്നോർമൽ ആണെങ്കിൽ എല്ലാ വിരലും ഒരുപോലെ എന്ത് ചെയ്യും? ഡിസ്റ്റൻസ് കൂടാറില്ലേ? എല്ലാ വിരലും ഒരുപോലെ ഡിസ്റ്റൻസ് കൂടി നിൽക്കും. അബ്നോർമൽ ആണെങ്കിൽ മാത്രം. ക്ലിയർ? നോർമൽ ആണെങ്കിൽ ടോ മാത്രമല്ലേ? നോർമൽ ആണെങ്കിൽ ആ തള്ളവിരൽ മാത്രം എന്ത് ചെയ്യൂടെ ഫ്രണ്ടിലോട്ട് വരില്ലേ? നോർമൽ ആണെങ്കിൽ തള്ളവിരൽ മാത്രം ഫ്രണ്ടിലോട്ട് വരികയും ബാക്കിയെല്ലാം ഹൈപ്പർ എക്സ്റ്റൻഡ് ആയിരിക്കും. പക്ഷെ അബ്നോർമൽ എന്ത് ചെയ്യും? എല്ലാം ഒരുപോലെ എന്ത് ചെയ്യും? ഡിസ്റ്റൻസ് വരികയും ചെയ്യും. ഇപ്പൊ ഒരു പിക്ചർ തന്നെ പഠിക്കാൻ പറ്റും. എപ്പോ ഡിസപ്പിയർ ആവും? ചോദ്യം പറയും. എപ്പോ ഡിസപ്പിയർ ആവും? എപ്പോ അപ്പിയർ ആവും? എപ്പോ ഡിസപ്പിയർ ആവും? അറ്റ് ബർത്തിൽ അപ്പിയർ ആവും അല്ലെ? അറ്റ് ബർത്തിൽ അപ്പിയർ ആവുകയും അറ്റ് ബർത്ത് സമയത്ത് അപ്പിയർ ആവുകയും എപ്പോ ഡിസപ്പിയർ ആവും? അറ്റ് ബർത്തിൽ അപ്പിയർ ആവുകയും 6 മാസം അല്ലെ? അറ്റ് ബർത്തിൽ അപ്പിയർ ആവുകയും 6 മാസത്തെയും ഡിസപ്പിയർ ആവുകയും ചെയ്യും. ശരിയല്ലേ? ഒരു ചോദ്യം ഉണ്ടായിരുന്നു. 6 മാസം കഴിഞ്ഞ ശേഷവും ബബിൻസ്കി റിഫ്ലക്സ് പോസിറ്റീവ് ആണെങ്കിൽ അത് എന്തിന്റെ ഇൻഡിക്കേഷനാണ്? 6 മാസം കഴിഞ്ഞു നോർമൽ കഴിഞ്ഞ ശേഷം 6 മാസം കഴിഞ്ഞും ബബിൻസ്കി റിഫ്ലക്സ് പോസിറ്റീവ് ആണെങ്കിൽ എന്ത് ഡിഗ്രി? ബ്രെയിനിന്റെ അബ്നോർമാലിറ്റി അല്ലേ? 6 മാസം കഴിഞ്ഞിട്ട് കുഞ്ഞിന് റിഫ്ലക്സ് ഉണ്ടെങ്കിൽ എന്ത് ഡിഗ്രി? ബ്രെയിനിന്റെ അബ്നോർമാലിറ്റി അല്ലേ? അത് കഴിഞ്ഞും ശരിയല്ലേ? ശരിക്കും പറഞ്ഞ 6 മാസം ആകുമ്പോൾ ഇത് ഡിസപ്പിയർ ആവണ്ടേ? 6 മാസം ഇത് ഡിസപ്പിയർ ആവണം. 6 മാസം ആകുമ്പോൾ ഇത് ഡിസപ്പിയർ ആവണം. പക്ഷെ 6 മാസം കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യും? ഇത് ബ്രെയിനിന്റെ അബ്നോർമാലിറ്റിയാണ്. മറക്കരുത്. ചോദ്യം കേട്ടോ. എപ്പോഴും ഇത് അപ്പിയർ ആവപ്പോഴാ? അറ്റ് ബർത്തിൽ അപ്പിയർ ആവുകയും 6 മാസം ആകുമ്പോൾ ഇത് ഡിസപ്പിയർ ആവുകയും ചെയ്യണം. അറ്റ് ബർത്തിൽ അപ്പിയർ ചെയ്യുകയും 6 മാസം ആകുമ്പോൾ എന്ത് ചെയ്യും? ഇത് ഡിസപ്പിയർ ആവുകയും ചെയ്യണം. പക്ഷെ 6 മാസം കഴിഞ്ഞ ശേഷം കൊണ്ട് എന്ത് ചെയ്യാം? ബ്രെയിനിന്റെ അബ്നോർമാലിറ്റി ആണെന്ന കാര്യം മനസ്സിലാക്കണം. സോ ഒരുപാട് ചോദ്യങ്ങൾ ഇന്നത്തെ എക്സാമിൽ ചോദിക്കും. ഇന്ന് പഠിച്ച ഒരുപാട് ചോദ്യം കിട്ടിയോ? ഒരുപാട് ചോദ്യം ഇന്ന് പഠിച്ച ഒരുപാട് എക്സാം ചോദിക്കാറുണ്ട്. ഞാൻ ഇവർ 2 പഠിച്ചെങ്കിലും രണ്ട് ക്വസ്റ്റ്യൻ പറഞ്ഞെങ്കിലും ഒരുപാട് ചോദ്യം. 2 പറയും. കാരണം എന്താണ്? ആവശ്യമുള്ളവർ മാത്രം അറ്റൻഡ് ചെയ്യട്ടെ.
അങ്ങനെ പറയുന്നുണ്ട്. 2 ചോദ്യം പറയുന്ന രണ്ടല്ലേ എനിക്ക് കിട്ടും. ഞാൻ പിന്നെ നോക്കാം. വളരെ മനസ്സിലാണ്, വളരെ മനസ്സിലാണ്. 2 ചോദ്യമല്ലേ, ഞാൻ നാളെ റെക്കോർഡ് അറ്റൻഡ് ചെയ്യും. ശരിയല്ലേ? സത്യമല്ലേ? നോർമലി ഒരാളാണെങ്കിൽ 2 ചോദ്യമല്ലേ, നാളെ പഠിക്കുക, നാളെ പഠിക്കുക, പഠിക്കും ഒരിക്കലും. റെക്കോർഡ് ക്ലാസ് 7:30, 8:30, 9:00, 18 പഠിക്കും? പഠിക്കില്ല, പഠിക്കില്ല, പഠിക്കില്ല. വേറെ നോട്ട് വായിക്കും അല്ലേ? വേറെ നോട്ട് വായിക്കും. റെഗുലർ ആയിട്ട് ക്ലാസ് പഠിക്കട്ടോ, റെഗുലർ ആയിട്ട് ലൈവായിട്ട് പഠിക്കട്ടോ. ഞാൻ വെറുതെ പറയുന്നല്ല, റെഗുലർ ആയിട്ട് ലൈവായി പഠിക്കും. സ്കിപ്പ് ചെയ്യും, ക്ഷമയില്ല. ശരിയല്ലേ? റെക്കോർഡ് പഠിക്കുമ്പോൾ ക്ഷമ ഉണ്ടായിരിക്കും. റെക്കോർഡ് പഠിക്കുമ്പോൾ ക്ഷമ അധികം ആർക്കുമില്ല. 99% ക്ഷമയില്ല. 7:30, 8:30, 9, 4 മണിക്കൂർ പഠിക്കുമോ? 4 മണിക്കൂർ പഠിക്കുമോ? ഞാൻ പഠിക്കില്ല. നിങ്ങൾ പഠിക്കും? പണ്ടാണെങ്കിൽ പഠിക്കില്ല. പഠിക്കും, പണ്ട് പഠിക്കും, പഠിക്കില്ല. പക്ഷെ ലൈവാണ് പഠിക്കില്ലേ? അതാണ് പഠിക്കുമല്ലോ, ലൈവ് പഠിക്കും, റെക്കോർഡ് പഠിക്കില്ല. സോ മാക്സിമം എല്ലാവരും ലൈവ് പഠിക്കുക. ലൈവാണ് നല്ലത്, പഠിക്കുക. ഒരാൾ ഇത്രയും മണിക്കൂർ ഇരിക്കുന്ന കാരണമല്ലേ, 4 മണിക്കൂറോളം ഒരാൾ പഠിക്കാറല്ലേ, 4 മണിക്കൂർ ഒരാൾ ഇരുന്ന് പഠിപ്പിക്കുന്ന കാരണമല്ലേ? കാരണമുണ്ടോ? കാരണമുണ്ടോ? കാരണമുണ്ട്. ഉണ്ടല്ലോ, അറിയാലോ, വെറുതെ അല്ലല്ലോ. ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. സോ നെക്സ്റ്റ് ക്ലാസ് എപ്പോ വേണം? സോ നെക്സ്റ്റ് ക്ലാസ് നാളെ വേണം, മറ്റന്നാൾ? നാളെ വേണം, മറ്റന്നാൾ? ഇതിൽ റെക്കോർഡിംഗ് പഠിക്കാനുണ്ട്. നാളെ വേണം, മറ്റന്നാൾ? ടുമോറോ? ടുമോറോ എത്ര വേണം? അപ്പോഴാണ് സമയം പറഞ്ഞു. സമയം 9:30, 8:30, 7:30. 9, 9, 9, 9, 9, 9, 9, 9, 9. ഞാൻ പറയും കേട്ടോ, 9. ഓക്കെ. സോ താങ്ക് യു സോ മച്ച്. സീ യു ഓൺ ടുമോറോസ് ക്ലാസ്. താങ്ക് യു സോ മച്ച്. നാളെ കാണാം.